നന്ദി. ഇന്ന് നമ്മോടൊപ്പം ക്ലാസ് എടുക്കുന്നതിന് എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS നിത്യയാണ്. ഡോക്ടറെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഡോക്ടർ MA സൈക്കോളജി, PG ഇൻ കൗൺസിലിംഗ്, കേരള യൂണിവേഴ്സിറ്റി, ട്രെയിനർ NLP, അതുപോലെ തിരുവനന്തപുരം മാറാനെല്ലൂർ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ കൂടിയാണ്. ഒപ്പം എന്ന പ്രോജക്റ്റിന്റെ മുൻ നോഡൽ ഓഫീസറും കൺസൾട്ടന്റ് കൗൺസിലർ, PDC അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും MLAയിൽ നിന്നും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിത്വം. 200-ൽ പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഡോക്ടർക്ക് 23 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് നമ്മോട് ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ഡോക്ടർ PS നിത്യയെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് കേൾക്കാമല്ലോ മാഡം? മാഡം കേൾക്കാമല്ലോ? കേൾക്കാം. ഓഡിബിൾ ആണല്ലോ. ഓക്കെ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സോറി. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഫ്ലാറ്റിൽ എന്തോ ചെറിയ പ്രശ്നം, അപ്പോൾ ഒട്ടും നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. അതാണ് പറ്റിയത്. ആദ്യമേ തന്നെ എല്ലാവർക്കും സോറി പറയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് ആ ക്ലാസ്സിലേക്ക് എന്തെടുക്കാൻ ഉദ്ദേശിച്ചോ അതേ മെഡിസിൻ തന്നെ അന്ന് ഡിസ്കഷനിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കോയിൻസിഡൻസ്. അപ്പോ ഞാൻ ആ ക്ലാസ് ഞാൻ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു കേസ് പ്രസന്റേഷൻ ആണ്. കേസ് പ്രസന്റേഷനിൽ കൂടെ നമുക്ക് ആ മെഡിസിനും അതിന്റെ ഡിഫറൻസും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും GAT-യുടെ കുറച്ച് സിംറ്റംസ് പറയാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ മാറ്റിയിട്ട് അന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ബ്രെയിനിൽ ഓർമ്മ നിൽക്കും. അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അതേപോലെ എനിക്ക് ഒരു കാര്യം, ഒരു ഹാപ്പി ന്യൂസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നമ്മുടെ ഈ ഹോമിയോ ഡിസ്പെൻസറി NHM അല്ലെങ്കിൽ ആയുഷ് ഡിസ്പെൻസറിയുടെ കൂടെ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് സെന്റർ ഞാൻ എപ്പോഴും പറയുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അവിടെ ഇങ്ങനെ നമുക്ക് കുറേ സക്സസ് സ്റ്റോറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഹോമിയോ ശാസ്ത്രത്തിന് എന്തൊക്കെ പറ്റും, അല്ലെങ്കിൽ ഹോമിയോ ശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന പല മേഖലകളിലും ഹോമിയോ ശാസ്ത്രത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോ ദിവസവും പ്രൂഡായി കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് തോന്നുന്നു ഇന്ന് കൗമുദി ചാനലിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ സെന്ററിലേക്ക് വന്ന് ഫുൾ ഷൂട്ട് ചെയ്യാനായിട്ടൊരു ദിവസം തരണമെന്നും നമ്മുടെ ഈ സെന്ററിനെ പറ്റി അവരുടെ ചെവിയിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് അവർ ഇന്ന് തന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്യൂസ്ഡേ അതിന്റെ ഷൂട്ടിങ്ങിന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് കൗൺസിലിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടില്ല എന്നല്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ വേറിട്ടൊരു സ്ഥലത്ത് കൂടെ എങ്കിലും ഹോമിയോപ്പതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആ പ്രോബിൽ കൂടെ കയറിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ നമുക്ക് ഈ ലോകത്ത് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റും, ഹോമിയോപ്പതിക്കേ പറ്റുള്ളൂ, അത് ഏതൊക്കെ മേഖലയിലാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഏറ്റവും ഔട്ട്സൈഡ് ലെവലിൽ കിട്ടുന്ന സിംറ്റം ആണ്. അപ്പൊ ആ ഫിസിക്കൽ സിംറ്റം വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഫിസിക്കൽ സിംറ്റത്തിനെ പിടിച്ചുകൊണ്ട് ആ പേഷ്യന്റെ മൈൻഡിന്റെ ഏറ്റവും അകത്തെ ലെയറിലോട്ട് പോയിട്ട് ഏതൊക്കെ ലെവലിൽ, എത്രാമത്തെ ലെവലിലാണ് ഡിസീസ് നിൽക്കുന്നത്, അപ്പം ഏത് ലെവലിലാണോ നമ്മൾ പ്രോബ് ചെയ്യേണ്ടത് ആ ലെവലിലോട്ട് പ്രോബ് ചെയ്തിട്ട് നമുക്ക് ഹീലിംഗ് കൊണ്ടു കൊടുക്കാൻ ഹോമിയോപ്പതിക്ക് പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു തുടക്കക്കാർക്ക്, കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അറിയാൻ പറ്റും. സാധാരണ നമ്മളൊക്കെ ആദ്യം തുടക്കത്തിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഫിസിക്കൽ സിംറ്റം വരുന്ന ഒരു രോഗമായിട്ടൊരു പേഷ്യന്റ് വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബോഡി പെയിനുമായിട്ടൊരു പേഷ്യന്റ് വരികയാണ്. ബോഡി പെയിനുമായിട്ടൊരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ വാദത്തിന്റെ മെഡിസിൻസ്, റെസ്റ്റോക്സ് ആണോ, പ്രയോഡി ആണോ, എപ്പിസ് ആണോ, അതോ മാക്ഫോസ് ആണോ എന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് ആ പേഷ്യന്റിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു ജോയിന്റ് പെയിൻ വരണം, മീൻസ് ഇപ്പൊ നമ്മളിപ്പം പേഷ്യന്റ് കേസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടാണോ, സ്ഥിരമായിട്ടുണ്ട്, വാദമാണോ എന്നാ റെസ്റ്റോക്സ്. ആ ലെവലിലോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് ആ പേഷ്യന്റിനകത്ത് ഹോർമോണൽ ചേഞ്ചസോ അല്ലെങ്കിൽ ബ്ലഡ് വേരിയേഷൻസ് എന്തൊക്കെ കൊണ്ട് ആ പേഷ്യന്റ് അങ്ങനെ വരാം. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ സിംഗിൾ റെമഡി കൊടുക്കുമ്പോൾ തന്നെ ജോയിന്റ് പെയിൻ സത്യം പറഞ്ഞാൽ അക്യൂട്ട് റെമഡിയേക്കാൾ സൂപ്പറായിട്ട് ഹീൽ ചെയ്യുന്ന പല കണ്ടീഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് എക്സ്പീരിയൻസ്, ഹോമിയോ ഡോക്ടേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഹോമിയോ ഡോക്ടേഴ്സിന് നമുക്ക് സാധാരണ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ആണ്. കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ്
ആ ഡോക്ടറുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് പേഷ്യന്റ് കോൺഫിഡന്റ് ആകണം. അയ്യോ എന്നെ കൂടെ എത്ര രക്ഷപ്പെടുത്തു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഡോക്ടർ ഇരിക്കുന്നതെങ്കിൽ ആ മെഡിസിൻ നമ്മൾ ഇനി എത്ര പക്ക കൊടുത്താലും ഹീൽ ആവത്തില്ല. പക്ഷെ ഇരിക്കുന്ന ഡോക്ടർ ഈ ഡോക്ടറുടെ കയ്യിൽ എന്റെ രോഗം കോൺഫിഡന്റ് ആണ്, ഉറപ്പായിട്ടും മാറും എന്ന കോൺഫിഡൻസ് പേഷ്യൻസിന് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിസീസ് ഹീലാവും. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവെയൻസ് ആണത്. അപ്പം ഇതിനെ തുടർന്നിട്ടുള്ള ഒരു കേസിന്റെ ഞാൻ സാധാരണ കഥകൾ പറഞ്ഞിട്ട് വെറ്ററിനറി മെഡിക്കലോട്ട് പോകാറുള്ള ആളായതുകൊണ്ട് ഇതും കഥ തന്നെയാണ്. കഥയിലൂടെ നമുക്ക് മെഡിസിനിലോട്ട് പോവാം. അതിന്റെ ആ ഡ്രഗിന്റെ സിംറ്റംസ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചുറപ്പിക്കാം. ഇങ്ങനൊരു മെഡിസിൻ ആണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാതെ ആ കറക്റ്റ് ആയിട്ട് മെഡിസിനിൽ എത്താനുള്ള കുറച്ച് ടിപ്സ് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് പോയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് പ്രസന്റ് ചെയ്യാം. അതായത് ഞാൻ ഒറ്റശേഖരമംഗലത്തെ പിന്നെ NHM ഡിസ്പെൻസറിയിൽ അഡീഷണൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ വന്നൊരു കേസായിരുന്നു. പക്ഷേ ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വന്ന ഹസ്ബൻഡും വൈഫുമായിട്ടാണ് വന്നത്. അപ്പൊ വൈഫ് ഗവൺമെന്റ് നല്ലൊരു പോസ്റ്റ് ജോലി ചെയ്യാണ്, അവർക്ക് ഏതാണ്ട് 1,00,000-നടുത്ത് അങ്ങോട്ട് സാലറി ഉണ്ട്. ഹസ്ബൻഡ് പോലീസിലെ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അവർ രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്നു. വൈഫിന്റെ മുഖം കുറച്ച് ഗ്ലൂമിയാണ്. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ, അപ്പൊ ഞാൻ ഓർത്തു ഈ ഹസ്ബൻഡ് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പം ഭയങ്കര കമാൻഡിങ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അതായിരിക്കും ഈ കുട്ടി ഇങ്ങനെ ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കുന്നതെന്ന്. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ വന്നിട്ട് എടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇവളിപ്പോ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് മെഡിസിനാ കഴിക്കുന്നത്? അത് ഡോക്ടറെ ഡിപ്രഷന്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അവൾ നെക്സിറ്റോ പ്ലസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സിറ്റോ പ്ലസ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിർത്തരുത്. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പൊ എന്തിനാ ഈ നെക്സിറ്റോ പ്ലസ് കഴിക്കുന്നത്? അത് ഡോക്ടറെ ഇവക്ക് ഭയങ്കരമായിട്ട് ഇവക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്, വീട്ടിൽ ജോലിക്കാരുണ്ട്, പക്ഷെ ഇവൾ എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കും, അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അത്ര ഡിപ്രഷൻ ഫേസിലായിരിക്കും, നെക്സിറ്റോ പ്ലസ് കഴിക്കുന്നുണ്ട്. ഇതാണ് അന്ന് വന്ന് പറഞ്ഞ കേസിന്റെ പ്രസന്റേഷൻ. അപ്പം ഞാനിപ്പോ ഈ കുട്ടി, പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആ കുട്ടിയോട് ചോദിച്ചാലും ഹസ്ബൻഡാണ് മറുപടി പറയുന്നത്. മാഡം കാലുവേദനയുണ്ടോ? അവർക്ക് രാത്രിയിലെ കാലുവേദനയുണ്ട്. മാഡം അത് റൈറ്റ് ലെഗിലാണ് വേദന. ഇങ്ങനെ എന്ത് ചോദ്യം നമ്മൾ ആ വൈഫിനോട് ചോദിച്ചാലും അതിന്റെ റിപ്ലൈ മൊത്തം ഹസ്ബൻഡാ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ പതുക്കെ അങ്ങേരെ ഗേറ്റ് ഔട്ട് അടിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒന്ന് പുറത്തിരിക്കാമോ, ഞാൻ മാഡത്തിനോട് സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, മാഡം എന്താ പ്രശ്നം? അത് എന്താണെന്ന് അറിയത്തില്ല മാഡം, എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു മാഡം അപ്പം മാഡത്തിന് എന്താണ് പ്രശ്നം, എന്താണ്? അത് മാഡം എനിക്ക് എല്ലാം ഇങ്ങനെ ദിവസവും ഇങ്ങനെ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് ഞാൻ എന്റെ ഫുഡൊക്കെ ഉണ്ടാക്കി പുള്ളി തന്നെ വണ്ടിയിൽ കൊണ്ടുചെന്ന് വിടും, എനിക്ക് പുള്ളി തന്നെ ഓഫീസിൽ, എനിക്ക് അങ്ങനെ വേറെ കഷ്ടപ്പാടോ വിഷമോ ഒന്നുമില്ല ഡോക്ടറെ, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ലൈഫാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡ് സ്വന്തം വീട്ടുകാരോട്ടൊക്കെ പുള്ളി എന്നെക്കാളും നല്ല കൂട്ടാണ്, എന്റെ വീട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെക്കാട്ടി മുമ്പിൽ പുള്ളിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു പുള്ളിക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് വല്ല? ഇല്ല ഡോക്ടർ, അഡിക്ഷൻസ് ഒന്നുമില്ല, പുള്ളി അങ്ങനെ അഡിക്ഷൻസ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല, പുള്ളി വളരെ ഒരു ഫാമിലി മാൻ ആണ്. പുള്ളി രാവിലെ 5:30 എഴുന്നേറ്റ് എല്ലാ ജോലിയും പക്കയായിട്ടൊക്കെ ചെയ്തു വെക്കും. ഞാൻ 7:30 മണിക്ക് എണീറ്റ് വരുമ്പോഴത്തേക്കും പകുതി സാധനങ്ങൾ വെന്തിട്ടുണ്ടാവും. പുള്ളി തേങ്ങയൊക്കെ തിരിങ്ങി, പുള്ളിക്ക് പൊതുവെ ഇങ്ങനെ ജോലിക്കാരെ ക്ലീനിങ്ങിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, കിച്ചണിനകത്ത് ജോലിക്കാരെ കയറുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. അവര് നായർ ഫാമിലി, അവര് ഹസ്ബൻഡ് വൈഫ് നായർ ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പോയി അവരെ കുടുംബമായിട്ട് ഇങ്ങനെ ജോലിക്കാരെ അകത്ത് കിച്ചണിൽ കയറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പുള്ളി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ ഇങ്ങനെ പറഞ്ഞു. ചോദിച്ചു പിന്നെ മാഡം എന്ത് മക്കളുടെ കാര്യത്തിലുമല്ലോ? ഇല്ല, മക്കൾ രണ്ടും നന്നായിട്ട് പഠിക്കും, മക്കൾക്ക് ഒരു പ്രശ്നമില്ല, അവർ രണ്ടും നല്ല പഠിക്കും, ഒരു മോൻ MBBS ആയി, രണ്ടാമത്തെ മോനെ ഇപ്പൊ പാലായിൽ കൊണ്ട് ചേർത്തിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാഡം പിന്നെ എന്ത് പറ്റി, മാഡത്തിന് ഫ്രണ്ട്സ് വലുതായിട്ടോ? ഇല്ല, എനിക്ക് ഫ്രണ്ട്സ് വലുതായിട്ടില്ല മാഡം, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ ജീവിതം എന്ന് പറയുന്നത് മൊത്തം ഫാമിലി ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാഡത്തിന്റെ വീട്ടിൽ നിങ്ങൾ എത്ര മക്കളാണ്? അത് മാഡം ഞങ്ങൾ 3 പെൺപിള്ളാരാ എന്ന് പറഞ്ഞു. ഞാൻ മാഡം എത്രാമത്തെ? ഞാൻ രണ്ടാമത്താണ്. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ഡ്രഗിലോട്ട് കയറാനുള്ള ഓരോ വാതിലുകളാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പോയിന്റ്സ് കിട്ടും. നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ ചില ഡോക്ടർമാർ ചോദിക്കുമ്പോൾ പേഷ്യൻസ്, നമ്മൾ ഹോമിയോപ്പതി പ്രത്യേകിച്ച് കേസ് ടേക്കിംഗ് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര പോലീസിങ് പോലെ നമ്മൾ ഡ്രഗിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ വന്നിരിക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ചോളം അവർക്ക് ചിലപ്പോൾ ന്യൂസൻസ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. നാച്ചുറൽ ദേഷ്യം വരാത്ത രീതിയിൽ അവരുമായിട്ട് നല്ല കമ്പനി ആയി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സിറ്റിങ്ങിലെ മൊത്തം കേസ് എടുക്കാൻ നിന്ന കേസ് വാളും. ഫസ്റ്റ് സിറ്റിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് സോപ്പിട്ട് ഒരു BT ഒക്കെ കൊടുത്ത് ഒന്ന് പേഷ്യന്റിനെ ഒന്ന് കൂട്ടായി ഒന്ന് കമ്പനിയായി അവർ നമ്മളോട് എന്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു റാപ്പോ ആക്കി വെച്ചിട്ട് വിടുക. ഫസ്റ്റ് വന്ന ഉടനെ എല്ലാം കണ്ടുപിടിച്ച് മെറ്റീരിയൽ മെഡിക്കൽ കംപ്ലീറ്റ് നോക്കി കോൺഷ്യൽ ഡ്രഗും കണ്ടുപിടിച്ച് എല്ലാം അങ്ങോട്ട് സെറ്റപ്പ് ആക്കാന്ന് വെച്ചാൽ കേസ് മൊത്തത്തിൽ പൊളിയും.
അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കേസൊക്കെ എടുത്ത് അവരുമായിട്ട് നമ്മളോട് ആ മാഡം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാരിയൊക്കെ ഈ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ മൈൻഡിനകത്തോട്ട് കയറിയോ പകുതി അവിടെ ഹീലായി. അപ്പൊ നമ്മളടുത്തൊക്കെ ചില പേഷ്യൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ദിവസം മുന്നേ എനിക്ക് വളരെ രസം തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഒരു പേഷ്യന്റ് എടുത്ത് വിളിച്ചു പറയും, നിത്യ ഡോക്ടർ അല്ലേ? ആ ഡോക്ടറെ എനിക്ക് KSF ചിട്ടി അടിച്ചു കേട്ടാ. ഞാൻ ഞെട്ടിപ്പോയി. KSF ചിട്ടി അടിക്കാൻ പറഞ്ഞു. ഞാൻ KSFയോട് ചിട്ടി തരാൻ പറഞ്ഞിട്ടില്ല. ഇവര് പിന്നെ എന്നെ വിളിച്ച് ഇതിനെ ചിട്ടി അടിച്ചെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വന്നൊരു ഹാപ്പിനെസ് അവർക്ക് സ്നേഹം തോന്നുന്ന ഒരാളോട് ഷെയർ ചെയ്യണം. അപ്പൊ എന്നെ കൂടെ അവര് ചിലപ്പം അവരുടെ ആ സർക്കിളിനകത്ത് കേട്ടിട്ടുണ്ടായിരിക്കാം എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അതുപോലെ ഷെയർ ചെയ്യുന്ന പലരും ഉണ്ട്. ആ ഡോക്ടറെ ഇങ്ങനെ അങ്ങനെ നമ്മുടെ വീട്ടിലെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പിന്നെ ഡിവോഴ്സിന്റെ കേസ് നടക്കുന്ന പലരും വിളിച്ചിട്ടുണ്ട്. ഡോക്ടറെ ഇന്ന് എന്റെ വിധി വന്നു കേട്ടോ, ഇന്ന് ഡിവോഴ്സ് ആയി. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുണ്ട്, അത് കേസ് നടന്നുകൊണ്ടിരിക്കുക. കോടതി നിന്ന് വിളിച്ചിരിക്കുക, ഡോക്ടറെ വിധി വന്നു കേട്ടോ ഡോക്ടറെ, എനിക്ക് അനുകൂലമായിട്ട് വിധിയായി. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഹോമിയോ ഡോക്ടേഴ്സിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെ അകത്ത് കയറാൻ നമുക്ക് പറ്റിയോ പകുതി നമ്മൾ വിജയിച്ചു, ഹാഫ് ഇതായി. പക്ഷേ ഒരു കാര്യമുണ്ട്, വില വിട്ട് നമ്മൾ താന്നു കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ വിലയെ പോകും. കാരണം ചില പേഷ്യൻസ് ഉണ്ട്, നമ്മളിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കൺട്രാക്ട് വിടാൻ തുടങ്ങും. ആ ഡോക്ടറെ മുടി ഇച്ചിരി പൊക്കി കെട്ടല്ലേ, ശകലം താത്ത് കെട്ടണം കേട്ടോ, ഇങ്ങോട്ട് വിടാം. അങ്ങനത്തെ ലെവലിലോട്ട് പോകാനും പാടില്ല. എന്നാൽ നമ്മളൊരു ബാർ ഇട്ട് തന്നെ അവരെ നിർത്തുകയും വേണം. പക്ഷെ നമ്മുടെ റെസ്പെക്ട് പോകരുത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലത്തെ കേസുകളിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിനകത്ത് ഈ കുട്ടിയുമായിട്ട് ഒരുവിധം നല്ല സൗഹൃദം. അപ്പൊ ആദ്യത്തെ ഒരു സിറ്റിംഗിൽ നമുക്ക് തോന്നും, ഇതിനകത്ത് എന്തോ ഈ കൊച്ചിന് ഇത്രയും ഈ കുട്ടിക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ഡിപ്രഷൻ വരാൻ എന്താ കാരണം, വീട്ടിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വന്നിരിക്കുന്ന ആള് നാട്രമൂറാണോ, സെപ്പിയാണോ, ഇഗ്നേഷ്യാണോ, പൾസാറ്റിലെ ആണോ, ഏത് ഡ്രഗാണോ നമുക്ക് അറിയത്തില്ല. അതിനനുസരിച്ച് ഏത് ഡ്രഗാണ്, ഇപ്പൊ നാട്രമൂറിനെ പോലത്തെ ഒരു ഡ്രഗ് ആണെങ്കിൽ ഒരിക്കലും വന്ന ഉടനെ എനിക്ക് ഇതൊക്കെയാ പ്രശ്നം, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡുമായിട്ട് ഇത്രയും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്ന് ഒരിക്കലും തുറന്ന് പറയത്തില്ല. അപ്പം അത് ഏത് ഡ്രഗാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 2 സിറ്റിംഗ് എടുക്കും. അതിനു മുമ്പ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്താൽ മിക്കവാറും അത് പൊളിഞ്ഞു പോകും. അപ്പം ഈ പറഞ്ഞ കേസ് ഇതുപോലെ ഫസ്റ്റ് സിറ്റിംഗിൽ ഭയങ്കര ഒരുവിധം കമ്പനിയായി. പിന്നെ പെണ്ണുങ്ങളുടെ ഒരു നോർമൽ സൈക്കോളജി എങ്ങനെ ആയിരിക്കും, ഫ്ലാറ്ററിങ് ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഭയങ്കര കുറവാണ്. സൂപ്പർ സാരി ചില അമ്മമാരൊക്കെ ഉണ്ട്, നമ്മളൊരു സൂപ്പർ സാരി ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിനപ്പുറത്തൊരു സാരി എടുത്തുകൊണ്ട് വരും. നമ്മളെ കൊണ്ട് സൂപ്പർ പറയിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പേഷ്യന്റെ മൈൻഡിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ അക്സെപ്റ്റൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഇവരിങ്ങനെ ഗ്ലൂമി ആയിട്ട് ആകെപ്പാടെ ഡിപ്രഷൻ അടിച്ച് കിറങ്ങിയിരിക്കുക. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മാഡം ഈ സാരിയുടെ ബ്ലൗസ് പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, മാഡം ഇത് മെറ്റീരിയൽ മേടിച്ച് തയ്ച്ചോളൂ. പിന്നെ അവർ പെട്ടെന്ന് ആക്റ്റീവായി. അത് മാഡം ഞാൻ പണ്ട് മാഡം എനിക്ക് ഇങ്ങനെ ഭയങ്കര കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാഡം. അപ്പം ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ വാങ്ങി തയ്ച്ചു. ശരി, എവിടുന്ന് ഈ ബ്ലൗസ് പീസ് ഒക്കെ എവിടുന്ന വാങ്ങിയത്? അത് മാഡം ഇന്ന സ്ഥലത്ത് നിന്നാ വാങ്ങിയത്, ഇന്ന കടയിൽ. മാഡം പോയിട്ടുണ്ടോ അവിടെ? സൂപ്പർ മാഡം. ഇവർ ബ്ലൗസ് പീസിനെ പറ്റി പറഞ്ഞതും അവർ കംപ്ലീറ്റ് ആക്റ്റീവായി. അങ്ങനെയാണ് മാഡം, എനിക്ക് സ്ട്രൈപ്സ് ഉള്ള ബ്ലൗസ് ഇങ്ങനെ ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മാഡത്തിന് അറിയാമോ, ഇങ്ങനെ നമ്മൾ ഈ സ്ട്രൈപ്സ് ഉള്ള ബ്ലൗസ് ഇട്ടാൽ നമുക്ക് വണ്ണം കുറച്ച് തോന്നിക്കുക, എന്തൊക്കെയോ ഇവര് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം മാഡം ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണോ, എങ്ങനെ ഇതൊക്കെ അറിയാം? അത് മാഡം എനിക്ക് പണ്ടേ ഇങ്ങനത്തെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫാഷനോട് എനിക്ക് ഭയങ്കര ട്രെൻഡാ മാഡം. ഞാൻ കൊച്ചിന്റെ സമയത്ത്, എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ വനിത ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് വനിതയ്ക്കകത്തുള്ള ബ്ലൗസിന്റെ കട്ടിങ്സ് ഒക്കെ ഞാൻ എടുത്ത് പുസ്തകത്തിനകത്ത് ഒട്ടിച്ചു വെക്കുമായിരുന്നു. അത്രയ്ക്ക് ക്രേസ് ആയിരുന്നു. ഇവരങ്ങ് ആക്റ്റീവായി. ഇവരുടെ സെന്റർ എവിടാന്ന് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ണും ചെവിയും എല്ലാം കൂർപ്പിച്ചിരിക്കണം. പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കയറി വരുന്ന ഒരു കേസിൽ ഹസ്ബൻഡ് വൈഫുമായിട്ട് വരികയാണ്. ഹസ്ബൻഡ് വൈഫുമായിട്ട് വരുന്ന നമ്മൾ പെട്ടെന്ന് മുഖത്ത് ശ്രദ്ധിച്ചോണം. പുരികത്തിനകത്തൊരു ചുളിവോ ഒക്കെ വൈഫിനുണ്ടെങ്കിൽ, ചെറുതായിട്ട് ഇങ്ങനെ ചുളുക്കി പിടിക്കുന്ന ഒരു മൈൻഡൊക്കെ ആണെങ്കിൽ, നമ്മൾ ഒരു സസ്പീഷ്യസ് ലുക്ക് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡ് എടുത്ത് സോഫ്റ്റ് ആയിട്ട് പെരുമാറരുത്. ഹസ്ബൻഡിനെ മൈൻഡേ ചെയ്യരുത്. വൈഫിനോട് മാത്രം സംസാരിക്കുക. വൈഫിനെ എങ്ങനെ നമ്മൾ എന്താ മാമയുടെ ഇരിക്കും, അങ്ങനെ ആയിക്കഴിയുമ്പോൾ അവർക്ക് ഡോക്ടറോട് ഓപ്പൺ അപ്പ് ചെയ്യാൻ തോന്നും. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ ഡീല് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം. കൂടെ വരുന്ന പാർട്ട്ണറിന്റെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. ഇല്ല, നമ്മൾ ആ ഹസ്ബൻഡിനോട് കുറച്ചുകൂടെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ഉറപ്പാണ് എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം അവർ വരത്തില്ല. അവർ അതുവഴി അങ്ങ് പോകും. മേലെ പിന്നെ അവർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേസ് എടുക്കുന്നതിനകത്തും ഒക്കെ നമ്മൾ ഭയങ്കര ആൾ ഏതാണെന്നുള്ളത് കിട്ടുന്നിടം വരെ നമ്മൾ കുറച്ച് സൈലന്റ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക.
അപ്പൊ ഈ ബ്ലൗസിൽ പിടിച്ച് പോയി, ബ്ലൗസിന്റെ മെറ്റീരിയൽ പിടിച്ച് പോയി. പക്ഷെ അത് ഒരു വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു, ഡ്രഗിലേക്കുള്ള ഒരു വാതിലായിരുന്നു ആ ബ്ലൗസ് പീസ്. അപ്പോ പിന്നെ നമ്മള് ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യും, മാഡം ഒന്ന് റിലാക്സ് ചെയ്യും, തൽക്കാലം മാഡം ഒരു കാര്യം ഇത്തിരി ഒന്ന് ഉറങ്ങി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. ഓക്കെ, പോയി. അവര് പോയി. അപ്പൊ അവര് അന്ന് എന്നോട് പറഞ്ഞ സിംറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബെൽച്ചിങ്, ഏമ്പക്കവും എരിച്ചിലും, പിന്നെ ഇതല്ലാതെ അലോപ്പതി ഡ്രഗ്സ് എല്ലാം കൂടെ കഴിച്ചതിന്റെ എഫക്റ്റീവ് എല്ലാം ആയിരിക്കും. അപ്പം അങ്ങനെ ഇവര് കുറെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സൾഫർ ഒറ്റ ഒരു ഡോസ് കൊടുത്തിട്ട് ഇവരെ വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് BT ഒക്കെ കൊടുത്ത് SMും PLും BT ഒക്കെ കൊടുത്ത് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വന്നിട്ട് ഇവരെന്നോട് പിന്നെ കുറച്ചുകൂടെ കൂട്ടായി. പിറ്റേ ദിവസം വന്നപ്പോ വേറൊരു ടൈപ്പ് ബ്ലൗസ് ഇട്ട് സൂപ്പർ എന്ന് എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വീണ്ടും, മാഡം സൂപ്പർ, മറ്റേനേക്കാൾ അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് മാഡം, ബ്ലൗസിന്റെ കേസ് സൂപ്പർ തന്നെ കേട്ടോ, മാഡത്തിന് ഭയങ്കര ഡ്രസ് സെൻസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മളിങ്ങനെ കൂട്ടായി വന്നതിന് ശേഷം അവസാനം ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബ്ലൗസിൽ പിടിച്ച് പോയപ്പോ ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ, മാഡം എനിക്കുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, മാഡം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഫാമിലി ലൈഫിനകത്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ ഹസ്ബൻഡിന്റെ സാലറി എത്ര രൂപയുണ്ടെങ്കിലും ആ എത്ര രൂപയാണ് സാലറി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ പുള്ളിയുടെ അക്കൗണ്ട് കാര്യങ്ങളും മൊത്തം ഞാനാ ഡീൽ ചെയ്യുന്നത്. അതിനകത്തൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പുള്ളിക്ക് ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും ഉള്ള ആളല്ല. പുള്ളി ഭയങ്കര ഫാമിലി മാൻ ആണ്, ഭയങ്കര ജെന്യുവിൻ ആണ്, ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. പക്ഷെ മാഡം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, രാവിലെ ഞാൻ എണ്ണീക്കുന്ന മുതൽ പുള്ളി രാത്രി കിടക്കുമ്പോഴേ കൊട്ടേഷൻ തരും. നാളെ രാവിലെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും രസവും മീൻ പൊരിച്ചതും ഇങ്ങനെ പറയും. അതുപോലെ ഉച്ചക്കലത്തെ കേസ് പറയുമ്പോൾ രാവിലത്തെ ഫുഡിന്റെ കേസ് മുതൽ നാളെ നീ ദോശ ചുട്ടാൽ മതി, അത് 8 ദോശ, 3 ദോശ നിനക്ക്, 3 ദോശ അച്ഛനും, മൂന്നിങ്ങനെ അങ്ങനെ കണക്ക് പറയും. പിന്നെ നെക്സ്റ്റ് എല്ലാ കാര്യത്തിനും പുള്ളി ഇങ്ങനെ കൊച്ചു പിള്ളേരെ ഫോളോ ചെയ്യുന്ന പോലെ എന്റെ പുറകെ നടക്കുകയാണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു കാര്യം ആലോചിക്കാനോ ചിന്തിക്കാനോ എനിക്ക് പറ്റുന്നില്ല. അതാണ് എന്റെ മേടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു സാരി എനിക്ക് ഉടുക്കണമെങ്കിൽ തന്നെ പുള്ളി കൂടെ വരും. കൂടെ വന്നിട്ട് ഞാനൊരു സാരി എടുക്കുവാണെങ്കിൽ ആ സാരി വേണ്ട, എന്റെ അപ്പുറത്തിരിക്കുന്ന സാരി മതി എന്ന് പുള്ളി അങ്ങ് കമാൻഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ഒരു സാധനമോ എനിക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഇത് എല്ലാ കാര്യത്തിലും തുടരുകയാണ്. അപ്പൊ എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി കൂടെ വരും, എന്റെ കൂടെ വീട്ടിൽ വരുവാ. അപ്പൊ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ വീട്ടിൽ പോകുന്നത് എന്തിനാ, സ്വന്തം വീട്ടിൽ പോകുന്നത് എന്തിനാ? ഹസ്ബൻഡ് വീട്ടുകാരെ പറ്റി വല്ല കുറ്റം പറയാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ടാണല്ലോ പറയുന്നത്. അപ്പം അതിനുള്ള അവസരവും കൂടെ പുള്ളി നിഷേധിക്കുകയാണ്. കാരണം പുള്ളി കൂടെ നിൽക്കുന്നു മാത്രമല്ല, ആ എന്റെ വീട്ടിലുള്ള എല്ലാവരോടും എന്നേക്കാൾ സൗഹൃദം പുള്ളിക്ക്. അപ്പൊ പുള്ളിയെ പറ്റി ഒന്നും എനിക്ക് അവിടെ പോയി പറയാനില്ല. അവിടെ പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് പ്രത്യേകം പൊതി, അനിയത്തിക്ക് പ്രത്യേകം പൊതി, സഹോദരന് പ്രത്യേകം പൊതി, അങ്ങനെ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ വരെ വാങ്ങിച്ചുകൊണ്ട് പോവുക. ആ മേടിക്കുന്ന സാധനം എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള അവസരം പോലും എനിക്ക് തരുന്നില്ല. ഇതാണ് മാഡം എന്റെ അവസ്ഥ. എനിക്ക് ഒന്ന് ശ്വാസം വിടാൻ എനിക്ക് പുള്ളി അവസരം തരുന്നില്ല. എല്ലാം ഈ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മാഡം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് രാവിലെ എണീറ്റിട്ട് ഒരുങ്ങി ഓഫീസിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല. പുള്ളി എവിടെയെങ്കിലും പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വയലന്റ് ആവും. എന്തെങ്കിലും പുള്ളിക്ക് പുറത്തൊക്കെ പോകാനും കറങ്ങാനും പോകാനും ഒക്കെ ഇഷ്ടം, എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. പുള്ളിയുടെ ഒരു വേൾഡിനെ ഞാൻ ഭയങ്കരമായിട്ട് വെറുക്കുവാണ്. എനിക്ക് പുള്ളിയുടെ ഒരു വേൾഡേ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയി കിടക്കും. അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ച പുള്ളിക്കാണെങ്കിൽ എപ്പോഴും ഞാനും ഹസ്ബൻഡും മക്കളും ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് വല്ലതും ഇതിന് ഫുഡ് ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ പോയി കിടക്കും. പിന്നെ എനിക്കൊരു സെർവന്റിനോട് ഞാൻ ഒട്ടും ദേഷ്യപ്പെടുന്ന ആളെ അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നു, വയലന്റ് ആവുന്നു. പിന്നെ കുട്ടികളുടെ കേസിനകത്ത് എനിക്ക് എന്റെ മകനെ കൊണ്ട് പാലായിലാക്കിയിട്ട് ഇത് എന്റെ മക്കളെ കാണാതെ ഒട്ടും ഇരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ, ഞാൻ നേരത്തേലെന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യും. എന്റെ അമ്മായി അമ്മയ്ക്ക് ഡ്രസ് എന്തോന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് പോകും. അമ്മായി അമ്മയ്ക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് ചമ്മന്തി ഉണക്കി പൊടിച്ച് കൊണ്ടുപോകും, ഇറച്ചി ഇടിച്ച് അച്ചാറാക്കി കൊണ്ടുപോവുക. ഇങ്ങനെ അമ്മായിയമ്മയെ ഞാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു.
എന്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ വെച്ചാൽ എനിക്ക് ഇവരോടെല്ലാം എനിക്ക് വെറുപ്പാണ് മാഡം. എനിക്ക് ഇവരെ ആരും ഇഷ്ടമില്ല ഇപ്പൊ. എനിക്ക് ഇവരോടെല്ലാം മടുപ്പ്. ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകാൻ താല്പര്യമില്ല. സിസ്റ്റർ ഇൻ ലോയോട് സിസ്റ്റർ ഇൻ ലോ ഫോണിൽ വിളിച്ചാൽ തന്നെ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് മുങ്ങുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടി പ്രസന്റ് ചെയ്തു, മാഡം എന്റെ അവസ്ഥ ഇതാണ്, ഈ അലോപ്പതി മരുന്ന് കഴിച്ചത് കൊണ്ടാണോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആയത്? എനിക്കൊന്നും അറിയത്തില്ല മാഡം. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. മാഡത്തിനോട് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ, സാധാരണ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും, നീ പോന്ന് പറഞ്ഞിട്ട് കളിയാക്കൂല്ല, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ പോ. എന്റെ അവസ്ഥ മാഡം ഞാൻ എത്ര പറഞ്ഞിട്ടും ആർക്കും കൺവിൻസ്. നിനക്ക് അഹങ്കാരമാണ്. എന്റെ ഹസ്ബൻഡ് ഇത്രയും പ്രൊമോട്ടിംഗ് ആയിട്ടൊരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ആവശ്യമുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഫ്രണ്ട്സ് മൊത്തം പറയുന്നത്, റിലേറ്റീവ്സ് മൊത്തം പറയുന്നത്. പക്ഷെ മാഡം എന്റെ അവസ്ഥ മാഡം എങ്കിലും ഒന്ന് മനസ്സിലേക്ക് പറ്റുന്നില്ല. ഐ കാൺ മൂവ് ആൻഡ് ഇഞ്ച്, ഐ എം ലോക്ക്ഡ് ഇൻ സച്ച് എ വേ എന്നാണ് ആ കുട്ടി പറഞ്ഞ ആ ഒരു കേസ് പ്രസന്റേഷൻ. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കൊച്ചു ജോലിക്കേ പോകുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. രാവിലെ എത്ര ഹസ്ബൻഡ് വന്ന് പറഞ്ഞാലും അയാൾ പകുതി ജോലി ചെയ്ത് വെച്ചാലും ഈ കൊച്ചിന് എഴുന്നേറ്റ് വന്ന് ഒന്ന് ഒരുങ്ങി പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ അറിഞ്ഞു വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പം അതിനു വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചു. എല്ലാ സാധനങ്ങളും ഹസ്ബൻഡ് പുതിയതായിട്ട് ഫാമിലിക്ക് ഫുൾ, മോൻ പാലായിന്ന് വന്നു, ഈ പോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പൊ അതിനോട് ലിങ്ക് ചെയ്ത് തന്നെ ഏതോ ഒരു ഔട്ടിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തു. ഈ കൊച്ചു പോയില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് ഇത്രയും ഒരുക്കങ്ങൾ ചെയ്തു വെച്ച കൊച്ചു മനഃപൂർവ്വം വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയില്ല. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് അതും ആയപ്പോഴത്തേക്കും മാഡം എനിക്ക് സത്യം പറയും, ഞാൻ ഇനി സൂസൈഡ് ചെയ്യുമോ എന്നെനിക്ക് ഇതുണ്ട്. പക്ഷെ എനിക്കുള്ളൊരു പ്രശ്നം, ഞാൻ മാഡത്തിനോട് സംസാരിച്ചതിന്റെ അന്ന് ഞാൻ ഭയങ്കര സമാധാനമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. എന്തുകൊണ്ടാണെന്നറിയോ? മാഡം എന്നെ ഉപദേശിച്ചതേ ഇല്ല അന്ന്. ഇനി ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഉപദേശമാണ് മാഡം. എനിക്ക് ആരും ഉപദേശിക്കേണ്ട. എന്റെ അടുത്ത് വന്നിട്ട് അത് നിനക്കൊന്നുമില്ല എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം മാഡം. ഈ ഞാൻ പറയുന്ന പ്രശ്നത്തിന് അവരെന്താ മനസ്സിലാക്കാത്തത്? ഇതായിരുന്നു പ്രസന്റേഷൻ. അപ്പൊ ഞാൻ പതുക്കെ ഞാൻ ചോദിച്ചു, മാഡം ഇത് എത്ര നാളായി ഈ ഒരു അവസ്ഥ ഇപ്പൊ വന്നിട്ട് എത്ര നാളെ? അത് മാഡം ഒരു 6 മാസമായിട്ടുള്ള എനിക്ക് പ്രശ്നം. 6 മാസത്തിന് മുമ്പ് ഞാൻ എല്ലാം നടന്ന് ചെയ്തുകൊണ്ടുള്ള ആളാണ്. ഒരു 6 മാസമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയി. ഇപ്പൊ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല മാഡം. എന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. സോ ദാറ്റ്സ് എ കേസ്, സോ മച്ച് ഡിപ്രഷൻ ആം ആയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ കേസ് ചോദിച്ചു പോയപ്പോ ഈ കുട്ടി വളരെ യങ് ഡേയ്സിലെ PSC ഒക്കെ എഴുതി കിട്ടിയ കൊച്ചാണ്. അപ്പൊ ഈ കുട്ടിയുടെ വീട്ടില് ഞാൻ ചോദിച്ചു, കൊച്ചിന്റെ വീട്ടിലെ സാഹചര്യം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു വീട്ടിൽ ഫാമിലി ലൈഫ്? അത് ഫാമിലി ലൈഫ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു മാഡം. പക്ഷെ എന്റെ അച്ഛൻ ഒരു HM ആയിരുന്നു, അധ്യാപകർ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛന് പൊതുവെ പെൺകുട്ടികളെ ഇഷ്ടമില്ല, അച്ഛന് ആൺകുട്ടികളെയാണ് ഇഷ്ടം. അപ്പം അടുത്ത കുട്ടി ചേച്ചി പെണ്ണായപ്പോ തന്നെ അച്ഛൻ പറഞ്ഞു അടുത്ത കൊച്ച് ആണായിരിക്കും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ജനിച്ചപ്പോ ഞാൻ പെണ്ണായി. അപ്പം അച്ഛന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഈ സെക്സിന്റെ ഒരു വിഷയം കൊണ്ട് അച്ഛൻ കൊച്ചിലെ മുതലേ എപ്പോഴും അച്ഛന് പെൺകുട്ടികളെ, ഈ പണ്ടത്തെ കാലത്ത് ഒരു കമാൻഡിങ് നേച്ചർ ഉണ്ടല്ലോ, അവരിങ്ങനെ എന്താ പറയാ, ഒരു അടുപ്പിക്ക് നിർത്തുന്ന ഒരു ടൈപ്പായിരുന്നു അച്ഛൻ. അമ്മയും കുറച്ച് ആ ടൈപ്പ് തന്നെയാണ്. അമ്മ അധ്യാപികയാണ്. അപ്പൊ അമ്മ ഡിസിപ്ലിനിൽ മാത്രം ഉറച്ചിരിക്കുന്ന ഒരാളാണ്. അല്ല ചെല്ലവോ കൊഞ്ചിക്കലോ, അമ്മയോ അച്ഛനോ എനിക്ക് ചോറ് വാരി തരികയോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊഞ്ചിച്ചൊരു കാര്യം പറയോ മക്കളെ എന്ന് വിളിക്കുകയോ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് വളർന്ന ആൾക്കാരാണ്. ഈ ഓവർ ഡിസിപ്ലിൻഡ് പേരൻസിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന 2 ഡ്രഗ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ഈ സെപ്പിയാണ്, രണ്ടാമത്തെ ആള് കാർസിനോസിനാണ്. ഓവർ കമാൻഡിങ് പേരൻസിന്റെ ഔട്ട്പുട്ടാണ് സെപ്പിയയും കാർസിനോസിനും. ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന 2 ഡ്രഗ്സുമാണ് സെപ്പിയ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പേരന്റിങ്ങിൽ പല ടൈപ്പ് ഓഫ് പേരന്റിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേരന്റിങ്. അതായത് ഇപ്പം അഗ്രസീവ് പേരന്റിങ് ഉണ്ട്, അതേപോലെ എന്താ പറയുക, പിന്നെ ഈ നെഗ്ലക്റ്റിംഗ് പേരന്റിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരന്റിങ് ഉണ്ട്. അതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് മാറുന്ന ആൾക്കാരാണ് നെഗ്ലക്റ്റഡ് പേരൻസിന്റെ കുട്ടികളാണ്. അതായത് ഈ നെഗ്ലക്റ്റിംഗ് പേരൻസിനകത്ത് വരുന്നൊരു കുഴപ്പം എന്താണെന്നറിയോ? ആ കുട്ടിക്ക് ആ നെഗ്ലക്റ്റഡ് പേരൻസിന്റെ എഫക്റ്റ് കൊണ്ട് വരുന്ന നമ്പർ 1 ഡ്രഗ്, അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി കുറെ ഡിസ്കഷൻസ് വന്നു. അതിന്റെ ഒരു ഡീപ്പ് വേർഷൻ ആണ് ഞാനിപ്പോ പറയുന്നത്. ഈ സെപ്പിയ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഇനി നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതാണ് ഞാൻ ആ ഡ്രഗിന്റെ പല പ്രത്യേകതകളാണ് ഞാനിപ്പോ ഈ പറഞ്ഞു പോകുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു നെഗ്ലക്റ്റഡ് പേരൻസിന്റെ കുട്ടിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂഷ്വലി 2-മത്തെയോ 3-മത്തെയോ കുട്ടിയാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ചെന്നപ്പെടുന്നത്.
ജാമായി പോകും അവര്. ആ 3 പേരും ഒരേ സെക്സ്, 3 പെൺകുട്ടികളുള്ള വീട്. അപ്പൊ ആദ്യത്തെ പെൺകുട്ടി അവർക്ക് തന്നെ ഒട്ടും പിടിച്ചിട്ടില്ല. രണ്ടാമത്തെപ്പോ അതും പെൺകൊച്ച്, മൂന്നാമത്തെപ്പോ വീണ്ടും പെൺകൊച്ച്. അപ്പൊ എന്ത് സംഭവിക്കും? നടുക്ക് നിൽക്കുന്ന കൊച്ചിന് ഈ ആദ്യത്തെ കൊച്ചിന്റെ ഒരു എഫക്റ്റും കിട്ടത്തില്ല, അവസാനത്തെ കൊച്ചിന്റെ ചെല്ലവും കിട്ടത്തില്ല, ഇടയ്ക്ക് ജാമായി പോകും. അപ്പൊ ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും? നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കുട്ടി. വീട്ടുകാരുടെ ഒരു അപ്രോച്ചും അങ്ങനെയാണ്. എന്നുവെച്ചാൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ട്, സ്കൂളിൽ പൊക്കോണം, ചിട്ടയായിട്ട് വന്ന് പഠിച്ചോണം, ചെരുപ്പൂര് കാല് ഇങ്ങനെ. ഈ ഒരു ടൈപ്പിൽ ഇനി ഈ പേരന്റിങ്, ഓവർ സ്ട്രിക്റ്റ് പേരന്റിങ്ങിനകത്ത് സെപ്പിയായും വരുന്നുണ്ട്. പിന്നെ അടുത്ത ആള് കാഴ്സനോസിനാ. കാഴ്സനോസിന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയോ? ഈ ഓവർ കമാൻഡിങ് ആയിട്ടുള്ള പേരന്റിങ്ങിന്റെ കൂടെ തന്നെ അവർക്ക് എന്തോ വേണ്ടത്, ഇത് ഡിസിപ്ലിനെ കാട്ടി കൂടുതൽ അവർക്ക് എക്സ്പെക്ടേഷൻസ് ആ കൂടുതൽ. കുട്ടി അതാവണം, കുട്ടി ഇതാവണം, കുട്ടി മറ്റേതാവണം എന്ന് കൊച്ചിലെ കുട്ടിയെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വളർത്തി വരുന്ന ഒരു കുട്ടി എത്തിച്ചേരുന്ന ഒരു മാനസികാവസ്ഥയാണ് കാഴ്സനോസിന്റെ മൈൻഡ്. അതേപോലെ തന്നെ ഇക്വലി ഇമ്പോർട്ടന്റ് ആണ് സെപ്പിയ. സെപ്പിയിൽ എങ്ങനെയായിരിക്കും? സെപ്പിയിൽ ഈ നെഗ്ലക്റ്റഡ് പേരന്റിംഗ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടി എന്ത് അവസ്ഥയിലെത്തും? കുട്ടിക്ക് ഇമോഷൻസ് മൊത്തം ഡ്രൈ ആയി പോകും. അപ്പൊ എന്താ സംഭവിക്കുക? കുട്ടി ഇൻഡിഫറന്റ് ആകാൻ തുടങ്ങും. എന്തിനോടും. ഏറ്റവും കൂടുതൽ ആരോടാ? ഏറ്റവും കൂടുതൽ ഇവർ ഡിഫറൻസ് കാണിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഇൻഡിഫറന്റ് ആയി പോകും. എന്തോ ഈ ഇൻഡിഫറന്റ് എന്ന് പറയുന്നത്? ഇൻഡിഫറന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ഇൻട്രോവേർട്ടഡും ഇൻഡിഫറന്റും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ എപ്പോഴും ഇൻട്രോവേർഡ് എന്ന് പറയുമ്പോൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നു. ഇൻഡിഫറന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് മോശമായിട്ട് വേറെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമുണ്ട്. അതായത് ഇൻഡിഫറന്റ് എന്ന് പറയുമ്പോഴാണ് നല്ലതുപോലെ കുട്ടി കൊച്ചിലേലൊക്കെ നല്ല രീതിയിൽ വളർന്ന കുട്ടിയായിരിക്കും, പക്ഷേ ഡിഫറന്റ്ലി പെരുമാറുകയാണ്. ഒരു സ്റ്റേജിൽ എത്തിക്കുമ്പോൾ ആ കുട്ടി എന്താ ഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നു. ഇങ്ങനെ ഡിഫറന്റ് പെരുമാറുന്നു, പെരുമാറിയിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നു. എങ്ങനെ? അതായത് ഇപ്പൊ ഈ കേസ് തന്നെ പറഞ്ഞാൽ, കൊച്ചു പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാഡം ഞാൻ വനിത ഇത് ബ്ലൗസിന്റെ കട്ടിങ് വരെ എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതുവരെ ഞാൻ ചുവപ്പ് സാരി കൊടുത്താൽ ചുമപ്പ് ബ്ലൗസ്, ചുവപ്പ് പൂവ്, ചുമപ്പ് ബാഗ്, ചുവപ്പ് ചെരുപ്പ്, അത്ര എന്താണ് മാച്ചായിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ അതെല്ലാം സെറ്റപ്പാക്കി അങ്ങനെ ഇരുന്ന ഞാനാണ്. പിന്നെ മാഡം ഞാൻ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു മാഡം. പടമൊക്കെ വരച്ചിട്ട് ഞാൻ എന്തോ ഇതൊക്കെ വെച്ചിട്ട് വരച്ച് വാട്ടർ കളറൊക്കെ വെച്ച് വരച്ചിട്ട് ഞാനിങ്ങനെ എന്റെ ഫ്രെയിം ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞ് പൈസയൊക്കെ കിട്ടി, സാലറി ഒക്കെ ആയപ്പോ ഫ്രെയിം ചെയ്ത് വരയ്ക്കുമായിരുന്നു. ഞാൻ നല്ലൊരു ഡാൻസർ ആയിരുന്നു മാഡം. കൊച്ചിന്റെ കണ്ണിന്റെ ഗ്ലോ കാണണം. ഞാൻ ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഗ്ലോ ചെയ്യണ കണ്ണ്. അപ്പം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇനിയും പറ്റുള്ളൂ, ഇനിയും സമയം കിടക്കൂല്ലേ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് റോക്ക് ചെയ്യണം. ലേഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും തകരാനുള്ളവരല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം. സെൽഫ് ലവ് ആയി മാഡം. എന്തിനാ സെൽഫ് ലവ് കളഞ്ഞത്? സെൽഫ് ലവ് പോകുന്ന 2 ഡ്രഗ്സ് ആണ് കാസിനോസിന് സെപ്പിയും. അവരൊരു സ്റ്റേജിൽ എത്തുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് they will reach a point that they will lose a self love. So they will become what happened? Become indifferent ആയിട്ട് മാറും. അതിലൊരു ഡ്രഗാണ് ഈ സെപ്പിയ. അപ്പോ സെപ്പിയയുടെ ഈ ഇൻഡിഫറൻസ് വന്നു കഴിയുമ്പോൾ സെപ്പിയ ഏറ്റവും കൂടുതൽ ഇൻഡിഫറന്റ് ആകുന്ന ആരോടാണ്? ഏറ്റവും നമ്മുടെ ക്ലോസ് നിൽക്കുന്ന ആൾക്കാരോടാണ് ഇൻഡിഫറന്റ് ആകുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അവർക്ക് ഏറ്റവും അധികം പെയിൻ വന്നത്. അതുകൊണ്ടാണ് അവർ ഇത്ര ഇൻഡിഫറന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ സെപ്പിയയുടെ പ്രത്യേകത എന്താണ്? സെപ്പിയയുടെ ഫാമിലി എന്താണ്? മൊളസ്കയുടെ ഫാമിലി. അപ്പൊ ഈ സെപ്പിയ എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. സെപ്പിയയുടെ ഒരു സംഭവം എന്തുകൊണ്ട്? ബഷിയുടെ ബാഗ് പൊട്ടിച്ച് ചുറ്റും സ്മോക്കിനെസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ്? ഒരു അപകട സൂചന ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിമിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവര് they will make a smoke, അല്ലെ? അതാണ് ശരിക്കും സെപ്പിയ ചെയ്ത് മീൻസ് ഒരു പ്രത്യേകത അതാണ്. അപ്പോ ഈ സെപ്പിയ പ്രൂവിങ് എങ്ങനെയാ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സാമുവൽ ഹനുമാന്റെ ഒരു സുഹൃത്ത് പിന്നെ ഈ സെപ്പിയയുടെ ഇംഗ്ലീഷ് പെയിന്റിങ് ആളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സാർ ഈ സെപ്പിയയുടെ പെയിന്റിങ് വെച്ചപ്പോ ഇയാളുടെ കയ്യിലൊക്കെ പറ്റിയിട്ട് ആ കയ്യിൽ നിന്ന് സ്കിൻ ഇറപ്ഷൻസ് വരികയും വേറെ എന്തൊക്കെയോ റിയാക്ഷൻസ് വരികയും ചെയ്തപ്പോഴാണ് സെപ്പിയ എന്ന് പറഞ്ഞ ഡ്രഗ് പ്രൂവ്ഡ് ആവുന്നത്. അപ്പോ ഈ സെപ്പിയ എന്ന് പറഞ്ഞ ഡ്രഗിന്റെ വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്പിയ എന്ന് പറഞ്ഞ സാധനത്തിന് ഔട്ടർ കവറിങ് ഇല്ല, ഷെല്ലകത്താണ്. ഔട്ടർ കവറിങ് ഇല്ലാത്തൊരു ഡ്രഗാണ്. ഇത് തന്നെയാണ് സെപ്പിയയുടെ മൈൻഡിന്റെ അവസ്ഥ. എന്തായാലും കുഞ്ഞിലെ നെഗ്ലക്റ്റഡ് പേരന്റിങ് എന്തോ കുഴപ്പം? റൂഫ് പോയി, അവർക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു ഷീൽഡ് അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവര് ഉള്ള ആൾക്കാരെ എല്ലാം ഹോൾഡ് ചെയ്ത് മുറുക്കി പിടിക്കും. അവര് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാം ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും. എന്റേത്, നമ്മൾ എന്നൊരു ഗ്രൂപ്പ്. ഇത് കൽക്കേരിയ കാർബനും ഉണ്ട്. കൽക്കേരിയ കാർബൺ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് സെപ്പിയും.
കാരണം റിലേഷൻഷിനകത്തുള്ള ആൾക്കാരെ എല്ലാം അവരിങ്ങനെ മുറുക്കി പിടിക്കും. അവര് വേറെ ഒരു തരത്തിലും കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാത്ത വിധത്തിൽ അവര് മുറുക്കി പിടിക്കുന്ന ഒരു ഡ്രഗാണ് സെപ്പിയ. പിന്നെ ഈ സെപ്പിയ നമുക്ക് ഇതിന്റെ ആക്ഷൻ കൂടുതൽ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, പിന്നെ ഇതിന്റെ മൈൻഡ് എന്താണ്, ഇത് നമുക്ക് ഇനി ഒന്നും കൂടെ അത് വിശദമായിട്ട് പോകാനുള്ളൊരു അവസ്ഥയെന്ന് ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞ ഈ അഡോളസന്റ് ഏജിൽ അല്ലെ കൗമാര ഏജിൽ അല്ലെ കുഞ്ഞു കാലം മുതൽ നെഗ്ലക്റ്റഡ് ആയിട്ട് വന്ന പാവ സെപ്പിയ കുഞ്ഞ് എന്ത് സംഭവിക്കും? അത് വളർന്ന് 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 അഡോളസന്റ് ഏജിലായി. അഡോളസന്റ് ഏജിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി ഇവർക്ക് ഈ ഈ ഈ എന്തുകൊണ്ടാണ് സെപ്പിയയുടെ ഒരു സിംറ്റം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡാൻസിങ് അമലറേഷൻ സെപ്പിയൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡാൻസിങ് അമലറേഷൻ സെപ്പിയൊക്കെ വരുന്നത് എന്താണെന്നറിയോ? സ്റ്റാസിസ് എപ്പോഴും വരുന്നുണ്ട് വീനസ് കൺജഷൻസ്. കൺജഷൻസ് ഭയങ്കര ഉള്ള ഒരു ഡ്രഗാണ് വീനസ് കൺജഷൻസ്. അപ്പം വീനസ് കൺജഷൻ മാത്രമല്ല, ഇത് രണ്ട് സിംറ്റവും ഒരുമിച്ച് വരുന്ന ഒരു ഡ്രഗാണ് സെപ്പിയ. വീനസ് കൺജഷനും വരുന്നുണ്ട്, അതേപോലെ റിലാക്സേഷനും ഉണ്ട്. രണ്ടും വരുന്ന ഡ്രഗാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ചില സ്ഥലത്ത് വീനസ് കൺജഷൻ പോർട്ടൽ കൺജഷൻ ഒക്കെ വരും, പക്ഷേ റിലാക്സേഷൻ ഉണ്ട്. ഏത് റിലാക്സേഷൻ? ബോഡി പാർട്സിലെല്ലാം റിലാക്സേഷൻ, ബോൾ ഇൻ ദ ഇന്നർ പാർട്സ്, റിലാക്സേഷൻ സെൻസേഷൻ, ഇതൊക്കെ കൂടുതലുള്ള ഒരു ഡ്രഗാണ് സെപ്പിയ. അപ്പം യൂട്രൈൻ കൺജഷൻസ്, ഈ ഒരുമാതിരിപ്പെട്ട ക്ലൈമാറ്റിക് ഏജിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളുടെ സിംറ്റത്തിനകത്ത് സൂപ്പർ ആക്ഷനാണ്. മെട്രേജിയ, മെനറേജിയ, ഡിസ്മിനോറിയ, ഇതിലെല്ലാം ഭയങ്കരമായി ആക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ്. അപ്പോ ഇതിന്റെ ഞാൻ ഇനി നമ്മൾ ആ മൈൻഡിലോട്ട് വീണ്ടും തിരിച്ചു പോവുക. മൈൻഡിലോട്ട് തിരിച്ചു പോകുമ്പം ആ കുഞ്ഞ് സെപ്പിയ പാവം ഈ പറഞ്ഞ കണക്ക് വീട്ടുകാരുടെ ഭരണവും അപ്പൂപ്പന്റെ ഭരണവും അമ്മൂമ്മയുടെ ഭരണവും, കുട്ടി വീട്ടിൽ അപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ നിന്നാ വളർന്നത്. അച്ഛനും അമ്മയും അധ്യാപകര്, അപ്പൂപ്പനും അമ്മൂമ്മയുടെ ഭരണം എല്ലാം കൂടെ ആയിട്ട് കുട്ടി എന്ത് സംഭവിക്കും? ഡിസിപ്ലിൻഡ് എക്സ്ട്രീം ആയിട്ട് പോയി. അപ്പൊ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ കൊച്ചു എപ്പോഴും പറയുമായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടം അമ്മൂമ്മയാണ്. കാരണം അമ്മൂമ്മയായിരുന്നു നമുക്ക് ആകപ്പാട് ആശ്വാസമുള്ളതെന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മൂമ്മയായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു പറയുന്ന വെച്ചാൽ അമ്മൂമ്മ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സംസാരിക്കാനൊക്കെ പറ്റും. അമ്മൂമ്മ ഡിസിപ്ലിൻഡ് ആയിരുന്നു. അമ്മൂമ്മ എല്ലാം ചിട്ട ഇങ്ങനെ പറയും. പക്ഷേ അമ്മൂമ്മയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അമ്മൂമ്മ പിണക്കുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. കാരണം അമ്മൂമ്മ എന്റെ ലോകമായിരുന്നു. അപ്പൊ അമ്മൂമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അനുസരിക്കുമായിരുന്നു. അമ്മൂമ്മ ഇപ്പൊ ഉറക്കം വന്നിട്ട് പടി മക്കളെ എന്ന് പറഞ്ഞാൽ ഞാൻ 12 പേര് ഇരുന്ന് പഠിക്കും. സോ അപ്പൊ ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണ്? മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് മാത്രമേ എനിക്ക് നിലനിൽപ്പു ഉള്ളൂ എന്നുള്ളതാണ് ആ കുഞ്ഞു മനസ്സിലോട്ട് കയറിയ മെസ്സേജ്. അപ്പൊ എന്താ ചെയ്യുക? ഈ കുട്ടി എന്തൊക്കെ ആ വീട്ടുകാരെ പ്ലേസ് ചെയ്യാൻ, അച്ഛനെയും അമ്മയും, അപ്പൊ കുട്ടി എപ്പോഴും പറയും. കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ ഞാന് കുഞ്ഞിലെ ആയിരുന്നപ്പോ ഞങ്ങൾ 3 പെൺപിള്ളാരാ. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ അധ്യാപകർക്കുള്ള പോലെ ശമ്പളം കുറവാണ്. അച്ഛനും അമ്മയ്ക്കും ചെറിയ ശമ്പളമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ഉടുപ്പെടുക്കണം, ഡ്രസ്സ് എടുക്കാൻ പോണം. അപ്പൊ അച്ഛൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അച്ഛൻ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടാണ് പൈസ ചെലവാക്കുന്നത്. അപ്പൊ ഇത്ര രൂപ ബാക്കിയുണ്ട്, ആ രൂപയ്ക്കകത്ത് പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറയും. അപ്പം എന്റെ ചേച്ചി ഭയങ്കര സെൽഫിഷ് ആണ്. അപ്പൊ ചേച്ചി ആദ്യമേ പോയി ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ അങ്ങ് എടുക്കും. പിന്നെ അനിയത്തിക്കും എനിക്കും കൂടെ എടുക്കാനുള്ള ഉടുപ്പിന്റെ പൈസ കാണത്തില്ല. അപ്പൊ അമ്മ നിന്ന് വിഷമിക്കും. പൈസ മൊത്തം തീർന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് അച്ഛൻ നല്ല വഴക്ക് അമ്മയ്ക്ക് കൊടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് അമ്മയുടെ അടുത്ത് പറയും, അമ്മ എനിക്ക് കുറഞ്ഞ ഡ്രസ്സ് മതി, അവക്കും കൂടെ എടുത്തു കൊടുക്ക് എനിക്ക്. അപ്പൊ അവിടെ അമ്മയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? കൊച്ചു കോംപ്രമൈസ് ചെയ്യാണ്. ഈ കോംപ്രമൈസിങ് എല്ലാ സ്ഥലത്തും നടന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിക്കാൻ വന്നപ്പോഴും കുട്ടി പറഞ്ഞു, എനിക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കെട്ടുന്നൊന്നും ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നു മേഡം. കാരണം എനിക്കെന്ന് വെച്ചാൽ അങ്ങനൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള ഒരാളെ, ഒരു സുഹൃത്തിനെ, നല്ലൊരു സുഹൃത്തിനെയാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷെ എനിക്ക് പുള്ളിയെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ലൈഫ് ഇല്ല മേഡം, ലൈഫ് എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ തട്ടുകടയിൽ പോയി ഒരു ദോശയൊക്കെ തിന്ന് എന്റെ ഹസ്ബൻഡ് കൂടെ ഇങ്ങനെ ബൈക്കിന്റെ ബാക്കിലൊക്കെ ഇരുന്ന് പോകാനും അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ പുള്ളി വണ്ടിയിലേ പോകത്തുള്ളൂ. പുള്ളിയും ഇതിനപ്പുറത്തെ ഡിസിപ്ലിൻഡ് ആളാണ്. അപ്പൊ എല്ലാം കൂടെ ആയപ്പോ എനിക്ക് മടുത്തു മേഡം. എല്ലാരെയും അനുസരിച്ച് എല്ലാവർക്കും പ്രീതിപ്പെടുത്തി എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ജീവിച്ച് എനിക്ക് മടുത്തു. അതായിരുന്നു ആ കൊച്ചു പറഞ്ഞൊരു കാര്യം. അപ്പം ഈ പ്രീതിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഏതാണ്ട് 6 മാസത്തിന് മുമ്പ് വരെ ആ കുട്ടി പ്രൊസീഡ് ചെയ്തു. അപ്പം അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാല്, ഈ കുട്ടി പറഞ്ഞു വെച്ചാൽ ഈ ഹസ്ബൻഡ് ഭയങ്കര കമാൻഡിങ് ആണെങ്കിലും ഈ സെക്ഷൽ കാര്യങ്ങളിൽ പുള്ളി എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സെൽഫിഷ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് പുള്ളി ദേഷ്യപ്പെടും. അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ പുള്ളിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എന്ത് ഞാൻ ചെയ്യും. കാരണം എനിക്ക് പുള്ളി എന്റെ കയ്യിൽ നിന്ന് എനിക്ക് ബിക്കോസ് ഈ സെപ്പിക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം. ഷി വോണ്ട് എ ഷെൽട്ടർ. ഒരു മേളിൽ റൂഫ് ഇല്ലാതെ പിടിച്ചിരിക്കുന്ന കാര്യമായിട്ട് ആലോചിക്കാനേ പറ്റത്തില്ല. സോ എങ്ങനെയാ ഹസ്ബൻഡിനെ കൂടെ നിർത്തിയേ പുള്ളിക്ക് പറ്റുള്ളൂ. അപ്പൊ അയാൾ എന്ത് പറയുന്നോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും മാഡം.
കാരണം അങ്ങ് എനിക്ക് പേടിയാണ് മാഡം, എനിക്ക് പുള്ളി വിട്ടു പോകും, അങ്ങ് എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകുന്നുള്ള എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ മക്കളുടെ കേസിൽ ഇതുപോലെ തന്നെയാണ് മാഡം. ഞാൻ ഇങ്ങനെ ചുമ്മാ എന്റെ മക്കളോട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംശയത്തോടു കൂടി ഞാൻ എന്റെ മക്കളെ എപ്പോഴും കാണുന്നത്. എനിക്ക് തെറ്റാന്ന് അറിയാം മാഡം, പക്ഷെ ഞാൻ ആ ഒരു ലെവലിലാണ് കാണുന്നത്. എനിക്ക് എന്റെ മക്കൾ എന്റെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം എന്നെ മാഡം വലുതായിട്ട് അലട്ടുന്നുണ്ട് മാഡം. സോ ഞാൻ അവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ എനിക്ക് എന്റേതായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തെന്ന് പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സാധനം നമ്മള് ഇപ്പോ എല്ലാ കേസിലും കോൺസ്റ്റിറ്റ്യൂഷനും മൈൻഡുമായിട്ട് മാച്ച് ആയി പോകുന്നതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇപ്പൊ നമ്മള് സെയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ ഒരു മെയിൽ സ്ട്രക്ചർ പോലത്തെ ഒരു സ്ട്രക്ചർ ഉള്ള ഫീമെയിൽ ആയിരിക്കും. കേൾക്കുന്നില്ലല്ലോ ഡോക്ടറെ? കേൾക്കുന്നില്ലേ മാഡം? ഒരു അല്പസമയം കേൾക്കാതെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫോൺ കോൾ വന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ സെപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ബോഡി സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞാല് മെയിൽ സ്ട്രക്ചർ ആണ് കൂടുതലായിട്ടുള്ളത്. ഫീമെയിൽസിന് മെയിൽ സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ വന്നത് ടിപ്പിക്കൽ സെപ്പി ആയിരുന്നു. പക്ഷെ നോട്ട് അറ്റ് ഓൾ ഈ പറഞ്ഞ സ്ട്രക്ചറേ അല്ലായിരുന്നു. അയാൾ കുറച്ച് ഫാറ്റി ഫ്ലാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതുപോലെ സിമിലറി മാച്ച് ചെയ്ത് ഡ്രഗിനും മെന്റൽ സിംറ്റം ഫിസിക്കൽ സിംറ്റം കൂടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന കേസസ് എന്റെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ നമുക്കത് ഓരോരുത്തർക്കും കിട്ടുന്ന പോലെ ആയിരിക്കും. അപ്പൊ ആ കേസിനകത്ത് ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നപ്പോഴാണ് ഈ പ്ലീസിങ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ എന്റെ കേൾക്കാം. ഓക്കെ മാഡം. ഇപ്പൊ എന്റെ ഇപ്പൊ ഈ പ്ലീസിങ് ടൈപ്പ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിലെത്തി. സെപ്പയുടെ രണ്ടാമത്തെ ഘട്ടത്തിലെ പ്ലീസിങ് പരിപാടി എല്ലാം ചെയ്യുന്ന ആ ഒരുത്തിലാണ് അമ്മയ്ക്ക് കൊണ്ടുപോകുന്നു, മോസന് ചെയ്യുന്നു ഒക്കെ ആ സമയത്താണ്. അപ്പൊ ആ ഘട്ടവും കഴിഞ്ഞു. പിന്നെ അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഘട്ടമാണ് എന്താണ്? മൊത്തം ഡിപ്രഷനിലോട്ട് പോകും. ആ സമയത്ത് ആ ഡിപ്രഷൻ ഫേസിലോട്ട് പോകുമ്പോഴാണ് ഇവര് വയലന്റ് ആവും. വയലന്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരടുത്ത് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുക. പിന്നെ എന്താണ്? ഇൻഡിഫറന്റ് ആയിട്ട് മാറിയിട്ട് വിതയിൽ സ്വീപ്പ് ഓൺ ടു ടോട്ടൽ ഡിപ്രഷൻ ഫേസ്. അതാണ് ഈ സെപ്പിയുടെ പ്രത്യേകത. അപ്പൊ ഈ ഒരു 3-4 ഫേസിലൂടെ കടന്നാണ് സെപ്പിയ അവസാന ഫേസിലെത്തുന്നത്. പിന്നെ ഈ നമ്മുടെ പറയുമ്പം നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കാത്തൊരു കേസാണ് ടെമ്പർമെന്റ്. അപ്പൊ ഇവർക്ക് ഒരു നെർവസ് ടെമ്പർമെന്റ് ആണ്. നെർവസ് ടെമ്പർമെന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൻഷ്യസ് ആവുമോ? അപ്പൊ ആ കൊച്ചു പറഞ്ഞത്, ഡോക്ടറെ ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ടെൻഷൻ ആവും. എനിക്ക് ബെൽച്ചിങ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ബെൽച്ച് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് സ്റ്റൊമക്കിനകത്ത് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ആണ്, ഇങ്ങനെ കുറെ സിംറ്റംസ് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടി. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഈ കുട്ടി പറഞ്ഞ അടുത്തൊരു കാര്യം, ഡോക്ടർ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഡോക്ടറെ, എനിക്ക് എപ്പോഴും അങ്ങ് ക്ഷീണവും തളർച്ചയും, എനിക്ക് എവിടെങ്കിലും അങ്ങ് കിടന്നാ മതി, എനിക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഒന്നിനും പോകാൻ താല്പര്യമില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു സാരി, എന്റെ ഓഫീസിൽ ആൾ ഒരു സാരി കൊടുത്തോണ്ട് വന്ന് ആ സാരിക്ക് വേണ്ടി ഞാൻ അന്നത്തെ ദിവസം എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് പോത്തീസ് ജംഗ്ഷനിലും പോയി ഞാൻ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടൊരു സാരി വെച്ചിട്ട് പോലും എനിക്ക് എടുത്ത് ഉടുക്കാൻ തോന്നുന്നില്ല. അത്രയും ഞാൻ ഡിപ്റ്റിലാണ് ഞാൻ എന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പോ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് സ്ട്രൈക്കിംഗ് എന്താണ് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? എല്ലാരും ഞാൻ എന്റെ സങ്കടം പറയുമ്പോ നിസ്സാരമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഹോമിയോ ശാസ്ത്രത്തിന് ഓരോ മൈൻഡിന് അത്ര ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് സംസാരിച്ചത് കൊണ്ട് മാത്രമല്ല, ഏത് ഹോമിയോ ഡോക്ടറോട് സംസാരിച്ചാലും എഫക്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഡോക്ടർ മാറ്റി അത് പോട്ട്, കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ കാര്യമൊന്നുമില്ല. എന്താണ് കൺസോളേഷൻ അവിടെ ചെയ്തില്ല എന്നുള്ളതാണ് അവിടുത്തെ സക്സസ് സ്റ്റോറി. അപ്പൊ നാട്രമൂറും സെപ്പിയൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ കൺസോളേഷന് പോവുകയേ ചെയ്യരുത്. കാരണം കൺസോളേഷന് പോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ചിലപ്പോൾ ഓപ്പണേ ചെയ്യൂല കേസ്. അപ്പൊ നമ്മൾ ഒരു വേർഡ് പോലും അട്ടർ ചെയ്യുന്ന കാര്യത്തില് നമ്മൾ മെന്റൽ സിംറ്റത്തിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ നമുക്ക് സംശയിക്കേ വേണ്ട, ഹീലിംഗ് ഉറപ്പാണ്. പക്ഷേ
ഞാനൊക്കെ പണ്ട് നമ്മുടെയൊക്കെ നേരത്തെ ഈ കൗൺസിലിംഗ് ഫേസിലൊക്കെ നമ്മൾ ആദ്യത്തെ ഫേസിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കും പേടിയായിരുന്നു ഇത് കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോമിയോ മെഡിസിൻ മാത്രം വെച്ചിട്ട് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന കേസ് ഞാൻ പലപ്പോഴും എന്റെ കേസ് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. എങ്ങനെ നമ്മൾ കുറ്റം പറയുന്നതല്ല. ഇപ്പൊ ആയുർവേദത്തിനകത്ത് ചില ഡ്രഗ്സ് ഉണ്ട്, മനോമിത്രം എന്നൊക്കെ പറഞ്ഞ ഡ്രഗ് ഉണ്ട്, മാനസമിത്ര വടകം, മനോമിത്രം. നമ്മളിത് എന്തുകൊണ്ടോ എങ്ങനെയാ പറയണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒപ്പം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 ശാസ്ത്രത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇവർ ഈ മനോമിത്രം പോലത്തെ ഡ്രഗ്സ് ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന വെച്ചാൽ ഡോക്ടർ അലോപ്പതി ഡ്രഗിലേക്ക് പോകുന്നതിനെക്കാട്ട് ബെറ്റർ യു ഗോ ദിസ് മനോമിത്രം. മനോമിത്രം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഇപ്പൊ ഒരു ട്രോമ ഉണ്ടായാൽ ആ ട്രോമ ഒന്ന് മറന്നു പോകാൻ, ഒന്ന് ഷോട്ട് ചെയ്യുന്നത്, കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് സൈലന്റ് ആക്കാൻ മനോമിത്രം ടാബ്ലറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ മനോമിത്രം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം എന്റെ കേസ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. മനോമിത്രം ഉപയോഗിക്കാതെ നമ്മൾ സിംഗിൾ റെമഡി ഏതെങ്കിലും ഒന്ന് നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ പറ്റും ഒന്നും പറ്റാതില്ല, നമുക്ക് തോന്നുകയാണ്. ഒട്ടിക്കാതെ ധൈര്യമായിട്ട് നമ്മൾ കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മുടെ റെമഡി കറക്റ്റ് ആണോ, ഒരു മിനിമം സിമിലർ എങ്കിലും ആണോ, ഉറപ്പായിട്ടും ആ കേസ് പതിയെ കുറഞ്ഞു വരും, ഉറപ്പാണ്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞ്, പക്ഷെ ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് തന്നെ ആയാലും സറൗണ്ടിങ്സ് മാറ്റാതെ നമ്മൾ ഡ്രഗ് ഒരു കാര്യവുമില്ല, അത് കേസ് സക്സസ് ആവത്തില്ല. കാരണം മെയിൻറ്റെയിനിങ്സ് അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ, ഞാൻ ഈ സെപ്പിയ ഡ്രഗ് പ്രൂവ് ചെയ്ത സമയത്ത് തന്നെ ആ മറ്റേ ഹനുമാന്റെ സുഹൃത്ത് സാമ്പൂൽ ഹനുമാൻ സുഹൃത്ത് പ്രൂവിങ് ചെയ്തപ്പോ ആ സെപ്പിയുടെ ഇങ്ക് കയ്യിൽ പറ്റിക്കൊണ്ടിരുന്നതാണ് അയാൾക്ക് സ്കിൻ ഇറപ്ഷൻ വരാനുള്ള കാരണമെന്ന് സാമ്പൂൽ ഹനുമാൻ സർ കണ്ടുപിടിച്ചു. അപ്പം അത് കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ അവിടെ മെയിൻറ്റെയിനിങ് കോസ് ഇങ്കാണ്. അതേപോലെ മെയിൻറ്റെയിനിങ് കോസ് പറയുന്നത് ഓരോ മനുഷ്യനും, നമ്മൾ ആര് ശരിയല്ല, ഒരു ഹ്യൂമനെയും ഞാൻ ശരി അല്ലെങ്കിൽ ശരിയാണോന്ന് പറഞ്ഞ പ്രസ്ഥാനം പൊളിയാനുള്ള കാരണമാണ് ഒരാൾ വിചാരിക്കുന്ന അയ്യനെ എല്ലാം ശരിയെന്ന്. കാരണം എന്തോ കണ്ടു വളർന്ന അയാളുടെ കോൺഷ്യസ് മൈൻഡിൽ പോയി ശരിയാണ്. മറ്റാൾ വിചാരിക്കുന്ന എന്തോ അയാളുടെ വീട്ടിൽ കണ്ട ശരി നമ്മൾ അടുത്ത ആളെ ഹോൾഡ് ചെയ്യുന്നു, ഇതാണ് ശരിയെന്നും പറഞ്ഞ് നമ്മൾ അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ഈ രണ്ടാൾക്കാരും ഒരിടത്തോട്ട് പേരാണ് കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് മാറുന്നത്. ഇതില് ഒബ്സിനസി ഉള്ള ഒരാളെങ്കിൽ മറ്റേ ആൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അതാണ് ഇതിനകത്ത് വരുന്ന കേസ്. കാരണം നമുക്ക് ഷിസോഫ്രീനിയ കേസസ് പോലും ഹോമിയോപ്പതിക്കകത്ത് ഭയങ്കര ക്യൂർ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ക്യൂർ. എനിക്കൊരു ഒരു കേസ് വന്നത്, കുട്ടി ഒരു റൂമിനകത്ത് സ്റ്റൂൾ യൂറിനും പാസ് ചെയ്യും, അത്രയ്ക്ക് ഷിസോഫ്രീനിക് സ്റ്റോക്കിംഗ് ഓൾവേസ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കേസ് പോലും നമ്മുടെ സൈലന്റ് ആയി, വലിയ ബഹളമൊന്നും ഇല്ല. ഇപ്പൊ ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ഓൺ, സ്കൂളിൽ പോകുന്നു, പഠിക്കാൻ പോകുന്നു, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഡ്രഗ് മാത്രം വെച്ച് പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ പേടിക്കാതെ കൊടുക്കത്തക്ക കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ ഡ്രഗിന്റെ പുറകെ റിസർച്ച് ചെയ്യണം. എന്താണ് ഈ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ ആ ഡ്രഗിന്റെ ടെമ്പർമെന്റ് എന്താണ്, അത് എവിടെയൊക്കെ ആക്ട് ചെയ്യും, ഇത് എന്തൊക്കെ ഉണ്ടാക്കും, ഇത് ഏത് സിസ്റ്റത്തിൽ പോയി പിടിക്കും, മൈൻഡിൽ എവിടെ തുടങ്ങി, എവിടെ കുഞ്ഞായിരിക്കുമ്പോ അത് ഏത് അവസ്ഥയിലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ എത്ര ആവും, കുറച്ച് കഴിയുമ്പോൾ എത്ര ആവും, അത്രയും നമുക്ക് എന്താ പറയുന്ന ഒരു ക്രേവിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ. ഈ സെപ്പിയയുടെ ക്രേവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ സെപ്പിയ ഭയങ്കര ക്രേസി ഡ്രഗാണ്. ക്രേസി ഡ്രഗ് എന്ന് വെച്ചാൽ അതിന്റെ ഹെൽത്തി സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് ഏത് കാര്യത്തിന് ക്രേസി ആയിട്ട് പോകുന്ന ഒരു ഡ്രഗാണ്. മാത്രമല്ല സെപ്പിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആണ്. ഇപ്പൊ നമ്മൾ ആഴ്സാൽബിനെ ഒക്കെ പറയുന്ന പോലെ നക്സോമിക്ക, ആഴ്സാൽബ് അതിന്റെയൊക്കെ ശ്രേണികളിൽ കൂട്ടാൻ പറ്റിയ ഒരു ഡ്രഗ് തന്നെയാണ് സെപ്പിയ. കാരണം സെപ്പിയ എന്ന് പറയുന്നത്, പക്ഷെ സെപ്പിയുടെ ഈ പ്രൊഫഷനോടുള്ള ക്രേവിംഗ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടോ. കാരണം ഓരോ ഡ്രഗും ജോലി ചെയ്യുന്നത് പല ആശങ്കയുണ്ട്. നക്സോമിക്ക വർക്കഹോളിക് ആവുന്നില്ല, നക്സോമിക്ക നീഡ്സ് പവർ ഫോർ ദാറ്റ് ദേ ആർ ബിക്കമിങ് കമാൻഡിങ് എന്താണ് വർക്കഹോളിക് ആയിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് ആഴ്സാൽബ് വർക്കഹോളിക് ആകാൻ കാരണം എന്താണ്? ആഴ്സാൽബ് വർക്കഹോളിക് ആകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വർക്കഹോളിക് ആയാൽ മാത്രമേ അവരുടെ ഹൈപ്പർ കൈനറ്റിക് എനർജിയെ കുറയ്ക്കണമെങ്കിൽ അവർക്ക് ഇന്ന് ജോലി ചെയ്തുകൊണ്ട് നടക്കണം. മാത്രമല്ല ഈ വൃത്തിയാക്കുന്നതൊക്കെ പറയുന്ന എന്തിനാ അവർ ചെയ്യുന്നത്, എന്തിനാ അവരുടെ എനർജിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്സാൽബ് കിടന്ന് ജോലി ചെയ്യുന്നത്. എവരെന്തിനാണ് ജോലി, ഈ സെപ്പിയക്കാർ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പ്രൊഫഷന്റെ പുറകിൽ ഇത്രയും പോകുന്ന എന്തിനാണ്? എന്തുകൊണ്ടാ പോകുന്നത് വെച്ചാൽ അവർക്ക് പ്രൊഫഷണൽ ഡീപ്പായിട്ട് പോകാനുള്ള കൊതി ഒന്ന്, രണ്ടാമത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്. ഇതാണ് ആ 3 വർക്കഹോളിക്കുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ഈ സെപ്പിയയുടെ കാര്യം പറഞ്ഞാലും നാട്രംബൂറിന്റെ കാര്യം പറഞ്ഞാലും ഇഗ്നേഷ്യയുടെ കാര്യം പറഞ്ഞാലും നമുക്കൊരു പ്രസന്റിങ് ഫേസ് കാണുമല്ലോ. ആ പേഷ്യന്റ് വരുമ്പോൾ വിൽ ഗെറ്റ് എ പ്രസന്റിങ് ഫേസ്. അപ്പൊ ആ പ്രസന്റിങ് ഫേസ് ഡ്രഗ് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും വാതിൽ തുറന്ന് നമ്മളെ അകത്തോട്ട് കയറ്റും.
പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഓരോരോ ലെയർ ആയിട്ട് നമ്മൾ എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിവരെ ആ ആളിന് വളരെ സ്മൂത്ത് ആയിട്ട് കൂളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ. എന്തിനാണ് നമ്മുടെ ഈ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ നമ്മൾ എന്തിനാ ഈ ഹോമിയോപ്പതി ഡ്രഗ് കൊടുക്കുന്നത്? ഫോർ സൈക്കോളജിക്കൽ കേസസ് ആൻഡ് ഫോർ കേസസ് വൈ ഷുഡ് ബി ടേക്ക് എ ഹോമിയോപ്പതിക് മെഡിസിൻ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അത് ഞാൻ ഈ പറയുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഫോർ ദ ലേമാൻ ആൻഡ് ദ കോമൺ പീപ്പിൾ ഹു ആർ ഹിയറിംഗ് ദിസ്. അത് എന്തുകൊണ്ടാണ് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ലേമാൻ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കൊണ്ടാണ് എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വിദേശത്ത് നിന്ന് പല സ്ഥലത്ത് ഖത്തറിൽ നിന്നൊക്കെ ഈ IPHന്റെ ആരാധകരായിട്ടുള്ളവര് ഇത് എങ്ങനെ കേൾക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ പലരും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഇന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ നമ്മളെ സംബന്ധിച്ചുള്ളത് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് കിട്ടുന്ന ഒരുപാട് പൈസയെക്കാളും ഒക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അവര് നമ്മുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയാം. ഞാൻ തന്നെ ആലോചിക്കും, ഭഗവാൻ ഇവരൊക്കെ എങ്ങനെ എന്റെ ക്ലാസ് കേൾക്കാതിരിക്കുന്നത്. അപ്പൊ ക്ലാസ് കേൾക്കാനിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു എന്താ പറയുന്നത് ഭയങ്കര അസറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവര് പലരും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പറയും, ഡോക്ടറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോമിയോപ്പതിക്ക് എത്രയൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഉറപ്പായിട്ട് പറ്റും. കാരണം എന്താന്ന് പറയാ എന്തിനു നമ്മൾ ഹോമിയോപ്പതിക് ഡ്രഗ് കഴിക്കണം? അപ്പൊ സൈക്കോളജിക്കൽ കേസസിനകത്ത് വൈ വി ഷുഡ് ടേക്ക് ദ ഹോമിയോപ്പതിക് മെഡിസിൻ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ ഫോർ ദാറ്റ്, അതിനുള്ള മറുപടി എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ്, ആ ഫിസിക്കൽ കംപ്ലൈന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. മൈൻഡ് മെസ്സേജ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. So what happened? The physical complaint will again come out. പുറത്തേക്ക് കയറി വരും. അപ്പൊ നമ്മൾ മെയിൻ സർക്യൂട്ടിന് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ അറ്റത്തിപ്പോ ഒരു ചെടിക്കകത്ത് തന്നെ ചെടിയുടെ വേരിലാണ് പ്രശ്നം. നമ്മൾ വേര് ട്രീറ്റ്മെന്റ് ചെയ്യാതെ മണ്ടയിലെ പഴത്തിനകത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നോണ്ട് എന്ത് കാര്യമുള്ളത്? ദാറ്റ്സ് എ കേസ്. സോ ദാറ്റ് അപ്പൊ നമ്മൾ വേരിലാണ് അല്ലെ സീഡിലാണ് നമ്മൾ മെഡിസിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോമിയോപ്പതി. ബിക്കോസ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ സാധനം അത് ടേക്സ് ടൈം. ഇപ്പൊ പലരും പറയും, ഡോക്ടറെ എങ്ങനെ ശരിയാവും ഇത്? പെട്ടെന്ന് കുറയത്തില്ല. എങ്ങനെ പെട്ടെന്ന് കുറയും? കംപ്ലീറ്റ് പഴമായിട്ടിരിക്കുക. പഴത്ത് കേസിലായിരുന്ന ഒരാളിനെ നമുക്ക് വേരിലോട്ട് തിരിച്ചെത്തണം. അത് സമയം തരണ്ടേ, നല്ല വേരിലെത്താൻ പറ്റും. അപ്പൊ അത്രയും ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഹോമിയോപ്പതി ഈസ് എ വണ്ടർഫുൾ സിസ്റ്റം. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ആ ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ ഡിസ്കഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ നന്ദി ശരിയാ. ഡോക്ടറെ. പതിവ് പോലെ ഒരു കഥയിലൂടെ നമുക്കൊരു ഡ്രഗിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പക്ഷെ എനിക്കൊരു മാഡം ഒരു കാര്യം എനിക്ക് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ IFPHനകത്ത് പക്ഷെ നേരത്തെയുള്ള പാർട്ടിസിപ്പൻസ് നമ്മുടെ IFPHനകത്ത് നമ്മൾ ഈ റേഡിയോ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അല്ലാതെ നമുക്ക് എന്താ പറയുന്നത് തീരുമ്പോഴെങ്കിലും നമുക്കൊരു എന്താ പറയാ എല്ലാവരുടെ ഫേസസ് ഒക്കെ ഒന്ന് കാണുകയോ എല്ലാവരും ഒന്ന് വരികയോ എല്ലാവരും ഇങ്ങനെ ഓടിക്കാതെ ആ ഫേസ് ഒക്കെ ഒന്ന് കാണിച്ച് പുറത്തേക്ക് വന്നിട്ട് പല ഡിസ്കഷൻസോ എന്തെങ്കിലും ടോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയേനെ. കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോ നേരത്തെ നമ്മൾ കേറുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ 150 അത്രയൊക്കെ 110 ഉണ്ടായിരുന്നു. ഇപ്പൊ 64 പാർട്ടിസിനെ കാണാനുള്ളൂ. എല്ലാരും തിരക്കായിരിക്കും ചിലപ്പോ. അങ്ങനെ കാണുന്നുള്ളെന്ന് തോന്നുന്നത്. ഇനി ഇപ്പൊ നമ്മുടെ കുറയുന്നുണ്ട്. നമുക്കതിപ്പോ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ വേണേലും കേൾക്കാം അല്ലേ? എന്ത് വേണേലും കേൾക്കാം. അതിന്റെ ഒരു സാധ്യതയുണ്ട് യൂട്യൂബിൽ ശരി കയറി ശരി. കാണുന്നതിന്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ റെക്കോർഡഡ് വീഡിയോ തന്നെ എടുത്ത് എനിക്ക് തന്നെ അയക്കുന്നവരുണ്ട് ചിലവർ തിരിച്ച്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ പാർട്ടിസിപ്പൻസ് കുറയുന്നത്. അതുപോലെ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സ് കൂടുന്നുമുണ്ട്. പിറ്റേ ദിവസം തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യുകയാണല്ലോ. എന്നോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡോക്ടറുടെ ക്ലാസ് അയച്ചു കൊടുക്കാൻ. ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്ലാസ്. അതുകൊണ്ട് അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതാണ് ഇവിടെ നമ്മുടെ ഹോമിയോപ്പതി വാട്ട് എവർ മേ ബി എന്ത് റീസൺ കൊണ്ടായാലും നമ്മൾ ഒറ്റ ഫാമിലി ഹോമിയോപ്പതി ഫാമിലി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഹോമിയോപ്പതിയെ വിജയിപ്പിക്കുക എന്തൊക്കെ ചെയ്യാമോ അതിന്റെ മാക്സിമം നമുക്ക് ചെയ്യണം. എല്ലാരും ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ എക്സിസ്റ്റൻസ്, പിന്നെ അടുത്ത പഠിക്കുന്ന തലമുറക്കാരുടെ എക്സിസ്റ്റൻസ്, അതൊക്കെ ഒരു വിഷയമാണ്. പുതിയ ആൾക്കാരും കയറി വന്നിട്ടൊന്നും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. നമുക്ക് ഒരു 7 മിനിറ്റ് ആണുള്ളത്. സോയ ഇപ്പം ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കോ? എനിക്കുള്ള സംശയം ഡോക്ടറെ,
അപ്പൊ ആ പറഞ്ഞോളൂ. പേഷ്യന്റ് ലേഡിക്ക് മാത്രമാണോ മെഡിസിൻ കൊടുക്കുന്നത്, അത് ഹസ്ബൻഡിന് മെഡിസിൻ കൊടുക്കോ? സത്യം പറഞ്ഞ ആദ്യ ഹസ്ബൻഡാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഹസ്ബൻഡിനെ കൈ കിട്ടിയില്ല. അവർക്കാണ് മെഡിസിൻ കൊടുത്തത്. പക്ഷെ അവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ സ്റ്റാൻഡ് ഓൺ ചെയ്യുക. പുള്ളി വേണ്ടാന്നല്ല, പക്ഷെ പുള്ളിക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുത്തു കേട്ടോ. പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓവറായിട്ട് നിങ്ങൾ പുറകെ നടക്കട്ടെ. ഞാൻ ഫസ്റ്റ് അവർക്ക് കൊടുത്ത ആ കേസിൽ ഞാൻ ഫസ്റ്റ് കൊടുത്ത അഡ്വൈസ് എന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് വീട്ടിലാക്കാൻ പറഞ്ഞു. നിങ്ങൾ പുറകെ പോരുത്, പുള്ളിക്കാരത്തെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അവർ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കട്ടെ, അവിടുന്ന് ഓഫീസിൽ പോട്ടെ. പക്ഷെ അവര് ഭയങ്കരമായിട്ട് മാറി വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ ഇയാളെ കമാൻഡിങ് ഓവർ കമാൻഡിങ് പേരൻസിന്റെ പാർട്ട്ണറിന്റെയും കൂടെ ഒരു ഔട്ട്പുട്ടാണ് ഈ സെപ്പിയ. കാരണം ചെയ്ത കാര്യം തന്നെ ചെയ്ത് മടുത്തു. രാവിലെ എഴുന്നേൽക്കുന്നു, കഞ്ഞിയും കറിയും വെക്കുന്നു, പിള്ളേരെ സ്കൂളിൽ വിടുന്നു, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ചിലപ്പോൾ ജോലിക്ക് പോകും, തിരിച്ചു വന്ന് വീണ്ടും ചെയ്ത് ദിവസവും ചെയ്യുമ്പോൾ ഏത് മനുഷ്യர்களுം മടുത്തു പോകത്തില്ല. അപ്പൊ അതാണ് ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതാണ്. പക്ഷെ പുള്ളിക്ക് കൗൺസിലിംഗ് ആണ് കൊടുത്തത്. പുള്ളിക്ക് മെഡിസിൻ കൊടുക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. പുള്ളി കഴിക്കാനും നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഈഗോട്ടിക് പേഴ്സൺ ആണ് അയാൾ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് കുറച്ച് ഈഗോട്ടിക് ആണ്. അപ്പം ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനെയൊക്കെ മാറി വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പൊ ആ അതുകൊണ്ട് പിന്നെ കേസ് പിന്നെ അയാളെ റിപ്പീറ്റ് ചെയ്യില്ലെന്ന് ചോദിക്കണേ. അല്ല, ഞാൻ ഇപ്പത്തെ ഒരു പ്രസന്റ് അവസ്ഥ വെച്ചാൽ അവര് സൂപ്പറായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നേരെ ആ, ഇതായിട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ആ, ഫസ്റ്റ് ഞാൻ കൊടുത്ത മെഡിസിൻ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ കൊടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് സൾഫറാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ കൊടുത്ത ഇവർക്ക് ഈ ബെൽച്ചിങ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സിംറ്റം വെച്ചാൽ ഡോക്ടർ എനിക്ക് എവിടെയെങ്കിലും പോകാൻ ബസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറി പോകാൻ പോകുന്നു. പുള്ളി ബസ്സിലൊന്നും വിടൂല, ഫുൾ സമയം പുള്ളിയെ ഉറക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ ബസ്സിൽ കയറി പോകാൻ എനിക്ക് പേടിയാ ഡോക്ടറെ. ബസ്സിനകത്ത് കയറാൻ ഇനി ബസ് സമയത്തിന് വന്നില്ലെങ്കിലോ, ബസ് നേരെ പോയോ, ഇനി ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് പേടിയാ ഡോക്ടറെ. എന്തിനെങ്കിലും അപ്പം ആ സമയം അർജന്റ് നൈട്രിക്കാണ് കൊടുത്തത്. അർജന്റ് നൈട്രിക്കം കൊടുത്തപ്പോ ഇച്ചിരി തവിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പിയ കോൺസുലർ മെഡിസിൻ കൊടുത്തു. പിന്നെ എസ് എം പിയിലും ബിറ്റിയും വെച്ച് ഒരു 4-5 മാസം ഒപ്പിച്ചു. പക്ഷെ നല്ല വ്യത്യാസമുണ്ട്, നല്ല ചേഞ്ച് ആയി. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഷീ സ്റ്റാർട്ടഡ് റെസ്പോണ്ടിങ്. മനസ്സിലായി, വയലൻസി അങ്ങ് മാറിയിട്ട് അവര് കാര്യമായിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മനസ്സിന് എണ്ണീറ്റ് നിൽക്കാൻ പറ്റി. അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരവരുടെ സെൽഫ് ഗുഡ്വില്ലിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, സെപ്പി ഏത് പൊട്ടൻസിയാ ഡോക്ടർ കൊടുത്തത്? ഞാനത് സെപ്പിയ 1 ആണ് മാഡം കൊടുത്തത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാം. ധനേഷ് ഡോക്ടർ. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ആരും ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഞാൻ ഇപ്പൊ നമ്മള് ഇനി ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരു 4 മിനിറ്റ് ഉണ്ട്. ആ 4 മിനിറ്റിനുള്ളിൽ കുറച്ച് 1-2 കാര്യങ്ങളൂടെ ഞാൻ പറയാം. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സെപ്പിയയുടെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ഡ്രഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കേസ് പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മെഡിസിൻ അങ്ങ് കൊടുത്തു, നമുക്കൊരു മെഡിസിൻ അങ്ങ് മൈൻഡിൽ തോന്നി, നമ്മളെ മെഡിസിൻ അങ്ങ് കൊടുത്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു അഗ്രവേഷൻ എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം മെഡിസിൻ അനങ്ങി തുടങ്ങിയെന്ന്. ഒരു റിയാക്ഷനും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അഗ്രവേഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് ഇറിറ്റബിൾ ആയി അല്ലെങ്കിൽ പേഷ്യന്റ് ഉറങ്ങാതായി അപ്പൊ നമ്മൾ ഉടനെ ചാടി പിടിച്ച് മെഡിസിൻ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വെയിറ്റ് ചെയ്താൽ മതി. കാരണം പേഷ്യന്റിന്റെ ഞരമ്പിനെ പിടിച്ച് കുലുക്കാൻ നമ്മുടെ മരുന്നിന് സാധിച്ചിട്ടുണ്ടോ, അത് കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ നോക്കണ്ട, വെയിറ്റ് ചെയ്താൽ മതി. എസ് എം പിയിലും ബിറ്റിയും കൊടുത്ത് വെയിറ്റ് ചെയ്താൽ മതി. കാരണം മെഡിസിന്റെ ഒറിജിനൽ ആക്ഷൻ പുറകെ വരും. വന്നതിന് ശേഷം പിന്നെ അടുത്തൊരു കാര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യന്റ്, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് തോന്നണം ഈ ഡോക്ടർ കോൺഫിഡന്റ് ആണ്, ഈ ഡോക്ടർ തരുന്ന മരുന്നിനകത്ത് ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോയി കഴിക്കുന്ന എനിക്ക് അസുഖം കുറയും. നമ്മൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ എസ് എമ്മും പിയിലും ബിറ്റിയും ഒക്കെ കൊടുത്തിട്ട് ചില കേസിൽ ചില പേഷ്യന്റ് എന്ന് പറയും ഡോക്ടറെ അന്ന് തന്ന വെള്ളപ്പൊടി കഴിച്ചപ്പോൾ കുറഞ്ഞു. പക്ഷെ എസ് എമ്മും പിയിലും ആയിരിക്കും. പക്ഷെ പേഷ്യന്റ് കോൺഫിഡൻസ് പവറിനെ ബ്രേക്ക് ചെയ്യാൻ, ആ കോൺഫിഡൻസിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ, ഫേസിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രഗ് ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മളിപ്പോ ഞാനൊക്കെ ഇത് പറയുന്നു, നമ്മളൊക്കെ എൻ്റെ അടുത്തൊരു അമ്മ, അത് ഞാൻ കൊടുത്ത കേസൊന്നും അല്ല,
എന്റെ അടുത്തൊരു അമ്മ ഇതുപോലെ മെഡിസിൻ വാങ്ങാൻ വന്നപ്പോ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, അവർക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 20 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് RCCയിലേക്ക് റെഫർ ചെയ്തു. RCC റെഫർ ചെയ്ത് ആദ്യത്തെ ഒരു പ്രാവശ്യം അവർക്ക് കീമോതെറാപ്പി എടുത്തു. അവർക്ക് സഹിക്കാൻ വയ്യ, ചൂടും വെപ്രാളവും എല്ലാം കൂടെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവർക്ക് വെപ്രാളമായി, മുടി എത്രയും പൊഴിഞ്ഞു പോയി. അങ്ങനെ ഇരുന്നപ്പോ ആരോ പറഞ്ഞു ആ സമയത്ത് ഒരു 20 വർഷമാണെന്ന് തോന്നുന്നു, 20 വർഷങ്ങൾക്ക് മുമ്പ് പട്ടംതാണുള്ള ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ട്. അത് തുടങ്ങിയ സമയത്ത് എന്തോ ആണെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഇങ്ങനൊരു ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് അവർ പട്ടംതാണുള്ള ആശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് മരുന്ന് മേടിച്ച് കഴിച്ചിട്ട് ഇപ്പൊ വർഷം 20 ഇവർക്ക് ഇന്ന് വരെ അവർ ക്യാൻസർ കൊണ്ട് അവർ മരിച്ചിട്ടില്ല. ഇവരന്ന് പറഞ്ഞ മേഡം, സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു 3 കൊല്ലം ഞാൻ ആദ്യം വിചാരിച്ചു ഇവര് ഇനി ചുമ്മാ പറയുന്നേ ആയിരിക്കും. പക്ഷെ അവരെ റിസൾട്ട് കൊണ്ട് തന്നു എന്റെ അമ്മയെ കണ്ണ് തള്ളിപ്പോയി. കാരണം അത്രയ്ക്ക് ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു. ദാറ്റ് ഇസ് ദ പവർ ഓഫ് ഹോമിയോപ്പതി. ഹോമിയോ ശാസ്ത്രത്തിന് നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ ട്രഷേഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് അതിലോട്ട് കൊടുത്തു കഴിഞ്ഞ സാമ്പത്തികം ഒന്നും ഒരു വിഷയമേ അല്ല. ഇഷ്ടം പോലെ പൈസ നമുക്ക് കിട്ടും. പൈസ വിചാരിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അലോപ്പതിക്ക് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ ചിലവർക്ക് MBBS ഒരു കൊച്ചു വന്നു, MBBS എൻട്രൻസിന്റെ റിസൾട്ട് വന്നു, റാങ്ക് കുറഞ്ഞു പോയി, ആത്മഹത്യക്ക് ശ്രമിച്ചു, വന്ന് ഭയങ്കര സങ്കടം. 1 വർഷം നിന്ന് പഠിച്ചു, കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ള കാര്യം, ഹോമിയോപ്പതി ആയിപ്പോയെന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കേണ്ട. ഹോമിയോപ്പതി ഇഷ്ടം പോലെ പൈസ തരുന്ന ശാസ്ത്രം തന്നെയാണ്. അപ്പൊ ആ കോൺഫിഡൻസോട് കൂടി എത്ര ഇൻപുട്ട് നമ്മൾ ഹോമിയോപ്പതിക്ക് കൊടുക്കുന്നോ അത്രയും നമുക്ക് കിട്ടും. അത് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോ ഇനി ആർക്കും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഇനി ഒരു സെപ്യ നമ്മുടെ കൈ വന്ന ഒരു കാരണവശാലും വിടരുത്. നമുക്ക് സെപ്യ കണ്ണടച്ച് കൊടുക്കാൻ പറ്റണം. എനിക്ക് നമുക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റും. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷാജി കുടിയാൻ ഡോക്ടറെ സംസാരിക്കാം. IFPHന്റെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാൻ ഡോക്ടർ. നമസ്കാരം നിത്യ ഡോക്ടറെ, ഞാൻ ഫിലിപ്പീൻസിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ 12:30 ആയി, ഞാൻ കിടക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഞാൻ 1 വർഷത്തോളം ഞാനിത് മോഡറേഷൻ ഞാനൊക്കെ ആയിരുന്നു. അന്നൊന്നും ഡോക്ടറെ ഇങ്ങനെ പരിചയമില്ലായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല ഡോക്ടറുടെ ഈ പ്രസന്റേഷൻ. അപ്പോ ഞാൻ പിന്നെ ഒരു 400 ഡേയ്സ് കഴിഞ്ഞാണ് ധനേഷ് ഡോക്ടർ ഏറ്റെടുത്തത്. അതിനുശേഷമാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടെ വന്ന് പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഡോക്ടറുടെ പ്രസന്റേഷൻ. പിന്നെ ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ വോയിസ് മാത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ അന്നേരം ഒന്നും മറുപടി പറഞ്ഞ ഡോക്ടറുടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ചെയ്യാണ്ടിരുന്നത്. ഇന്നിപ്പോ ഞാൻ വീഡിയോ ഞാൻ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് കിടക്കാനായിട്ട് ഇരുന്നു. ഇവിടെ 12:30 ആയി. അപ്പോ അതുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഇപ്പോ സംസാരിക്കുന്നതാണ്. അപ്പോ യുവർ പ്രസന്റേഷൻ ഈസ് വെരി ഗുഡ് ആൻഡ് definitely your confidence in homeopathy is very important. I highly appreciate that confidence in homeopathy. You are inspiration for the new generation and all of us. So we all stand at that level. Then one more thing I bring to your attention is the cultural confusion the whole world is facing today due to mixing up of different value system existed in different parts of the world due to the globalization and also because of the development of science and technology. Science, technology, travel and transportation ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ട് പല കോണ്ടിനെന്റ്സിലും പല കൾച്ചേഴ്സ് ആയിട്ട് പല വാല്യൂ സിസ്റ്റം ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്നത് ഇപ്പൊ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ഒരു കൾച്ചറൽ കൺഫ്യൂഷനിലാണ് ഇന്നത്തെ ഇറയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് വാല്യൂ സിസ്റ്റത്തിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയ്ക്ക് ഒരു ഫിലോസഫിയും അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരു ഫിലോസഫി ആണെങ്കിൽ അവിടെ കലക്കാക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ലോകത്ത് മൊത്തം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ഫാമിലീസ്. അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് വരുന്നതിന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ മെഡിസിനോടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഗ്ലോബൽ സിനേറിയം കൂടെ മനസ്സിലാക്കി അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസോടെ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ
ഒത്തിരി പേരെ നമുക്ക് വ്യത്യാസം എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്നത്, ഇപ്പൊ ഈ കോവിഡൊക്കെ കൊണ്ടുവന്ന് ഇതുമാതിരി ഒരു ഡീപോപ്പുലേഷൻ അജണ്ടയൊക്കെ നടപ്പാക്കി, അതൊക്കെ ഡോക്ടർക്ക് എന്തുമാത്രം, ഐ ഡോണ്ട് നോ ഹൗ യു ലുക്ക് ഇൻ ടു ദാറ്റ്. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിലും കൂടെ ഞാൻ പറയുകയാണ്. അപ്പോ ഒരു കൊളാപ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ ലോകത്തെ നയിക്കുന്ന ചില ശക്തികളുണ്ട്, അവര് ഇതിനെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വി ആർ ഫേസിങ് എ സിസ്റ്റം കൊളാപ്സ് നൗ. അപ്പൊ അതിന്റെയൊക്കെ പരിണത ഫലമാണ്. അപ്പോ വൺ തിങ് ഈസ് ഷുവർ, ഹോമിയോപ്പതി ഹാസ് എ ഗ്രേറ്റ് സ്കോപ്പ് അവൈറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് us, and it is our responsibility as homeopathy doctors to defend homeopathy and promote to the next level. And I highly appreciate your confidence in that area, and Thank all you, the thank you. appreciate you come and give more classes Okay, sir, in thank you. forum, and highly appreciate your confidence in homeopathy and what Okay, you are doing. thank you, sir. Thank you, sir. Okay. ഷാജിദേ ഡോക്ടറെ. Okay. ധനേഷ് ഡോക്ടർക്ക് നന്ദി പറയാൻ. ദിനേശ് ഡോക്ടർ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എന്നാ ഷാജി ഡോക്ടർ നന്ദി പറയാവോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. Okay, sir. Thank you, sir. സാറ് കിടന്നോട്ടെ. ഇപ്പൊ അവസാനിച്ച് 12:30 ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇപ്പോ പ്രത്യേകം നന്ദി പറയുന്നു. Okay, എന്റെ okay, sir. പേരിലും ഇന്നിവിടെ ഡോക്ടറുടെ ഈ പ്രസന്റേഷൻ കേൾക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും ഡോക്ടർക്ക് പ്രത്യേകം നന്ദി Thank രേഖപ്പെടുത്തുന്നു. you, sir. Thank you. വീണ്ടും എല്ലാം ഉൾക്കൊണ്ട് ഒരു പുതിയ ഒരു നമുക്ക് ലോകത്തിനൊരു പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. യൂണിഫിക്കേഷൻ ഓഫ് ഹ്യൂമാനിറ്റി നടക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ഹോമിയോപ്പത്തിലുള്ളവർക്ക് തന്നെ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഒരു ഹാർമോണൈസേഷൻ ആൻഡ് പീസ്ഫുൾ ഒരു ഹെൽത്തി ഹ്യൂമാനിറ്റി ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്നുള്ളതും, ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് വേൾഡിനെ മോർ പീസ്ഫുൾ, ഹാർമോണിയസ്, കംഫർട്ടബിൾ, ഹാപ്പി ആൻഡ് ഹെൽത്തി വേൾഡ് ആയിട്ട് മാറ്റുക എന്നുള്ളത്, ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് holistic science based doctors, and we are one among them, so it is definitely our role, and we all need to contribute that, and you are doing such a thing very confidently, and I highly appreciate and thank you very much for all this. Thank you. നന്ദി ഷാജി ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 1383 പ്രതിദിന സൂം വെബിനാറാണ് ഇത്രയും ഭംഗിയായി നടന്നത്. ഡോക്ടറുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങളെല്ലാം വളരെ താല്പര്യത്തോടെയാണ് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് നിരാശയായിപ്പോയി. ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ട് കാണാതെ വന്നതിൽ നിരാശയായിപ്പോയി. എല്ലാവർക്കും സോറി. ഇതുപോലെ നല്ല നല്ല കഥകളും ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരണം. ഡോക്ടറുടെ ഈ ധൈര്യം എല്ലാവർക്കും പകർന്നു തരണം. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇന്ന് ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.